എന്താ മുത്തേ ഇത്? അല്പം വെട്ടം കിട്ടിയാലല്ലേ അപ്പന് കുഴിവെട്ട് പെട്ടെന്നാവും. എന്നാ മുത്തേ? ഈ ചത്ത് മണ്ണിനടി പോയ ആൾക്ക് എങ്ങനെയാ അപ്പച്ചാ വെട്ടം കിട്ടുന്നേ? ചത്ത് മണ്ണിനടി പോയി എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്കടെ വെട്ടം പോയില്ലേ മുത്തേ. പിന്നെ എന്നാത്തിനാ അയാൾക്കൊരു വെട്ടത്തിന്റെ ആവശ്യം? എനിക്കൊന്നും മനസ്സിലാവണില്ലേ മുത്തേ, ഇങ്ങോട്ട് വെട്ടം കാണിച്ചേ. നേരെ ഒത്തിരിയായി, എനിക്ക് പോണം. കഴിഞ്ഞു മുത്തേ. എന്നെ കാണാത്തോണ്ട് ജോസൂട്ടി കരച്ചിലായിരിക്കും. പോവാ. എന്താ എന്ത് പറ്റി തോമിച്ച? ഞാനൊരു സ്വപ്നം കണ്ടു. എന്തോ സ്വപ്നം കണ്ടത്. മൂക്കറ്റം കള്ളം കുടിച്ചു കിടന്നാലേ ഇതല്ല ഇതിന്റെ അപ്പുറം ചിലപ്പോ കണ്ടെന്നിരിക്കും. കിടന്നുറങ്ങാൻ നോക്കും മനുഷ്യ. കിടന്നുറങ്ങു വെച്ചേ. ഉറക്കവും കളയും. വരുന്നുണ്ട്. ഇന്ന് 2 കൊടുത്തിട്ട് തന്നെ കാര്യം. എവിടെ പോയി കിടക്കുന്നു? ഓ, എത്തിയോ? എന്നാണ് അമ്മച്ചി ഒരക്ഷരം പോലും പറയാതെ നേരം വെളുക്ക് മുന്നേ അങ്ങ് ഇറങ്ങി പോയല്ലോ. അതെ, മോള് നല്ല ഉറക്കായിരുന്നു. ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ, അത്രേ ഉള്ളൂ. രാവിലെ എത്ര മരുന്ന് കഴിക്കാനുള്ളതാ? സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാലോ അമ്മച്ചിക്ക്. എന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നീ ഉണ്ടല്ലോ ത്രേസ്യേ, അല്ലയോ? ഓ, എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടാവും അമ്മച്ചിക്ക്. എന്റെ ത്രേസ്യേ, ദാ നോക്കേടി, പുഞ്ചക്കരയിലെ 3 ഏക്കർ സ്ഥലത്തുനിന്ന് കിട്ടിയതാ. അതെങ്ങനെയാ? തേങ്ങയെല്ലാം താഴെ വീണ് കിളിർക്കാൻ തുടങ്ങി. ഇതൊക്കെ നോക്കാനും പിടിക്കാനും ആള് വേണ്ടേ? ഒരാളിവിടെ ഉള്ളത് 24 മണിക്കൂർ ഉറക്കവാ. എന്തിയേ ആന്റെ പച്ചായൻ? ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ. ഞാനിവിടെ ഉണ്ടായേ. ആന്റെ പച്ചായൻ ഇഞ്ഞു വന്നേ. ഇതെല്ലാം വെക്കം പെറുക്കിയാ തൊഴുത്തിലോട്ടിടാൻ നോക്ക്. ഞാനോ? എന്നാ അതും കൂടി ഞാൻ ചെയ്യണം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ ചെല്ല്. കുഴി മടിയൻ, ദേഹം ഒന്ന് ഇളകട്ടെ. അല്ലയോടി? വാടി. ഇതെന്നതാ അമ്മച്ചി? വാറ്റ്. വാറ്റടി. വാറ്റോ? ആ, എന്റെ അമ്മച്ചി ദേ, ഇനി ഇതിവിടെ നടക്കുകയല്ല കേട്ടോ. എടി, ഇത് സാധാരണ വാറ്റല്ല, ഇതിത്തിരി കൂടിയ അനവാ. അതും മുന്തിരിയിട്ട് വാറ്റിയതാ. ഇത് കഴിച്ചാലേ എന്റെ ത്രേസ്യേ വെളുത്ത് ചുമന്ന് മദാമ്മയെ പോലെ ആവുന്ന. ആര് പറഞ്ഞു? ദേ അവൻ കാട്ടുപോയിട്ട് തിരിച്ചുന്ന. കൊള്ളാം. അപ്പൊ അമ്മച്ചി ഒരു കാര്യം ചെയ്. ഈ ചട്ടയും മുണ്ട് മാറ്റിവെച്ച് കൈയില്ലാത്ത ബനീനും കുട്ടി നിക്കറും ഇട്ട് ജർമ്മനിയിലോട്ടങ്ങ് പോയാ മതി. വല്ല സായിപ്പിനെയും കെട്ടി 4 എണ്ണം അടിച്ച് അവിടെ അങ്ങ് കഴിഞ്ഞു. അമ്മച്ചിയുടെ പുന്നാര മോനുണ്ടല്ലോ അവിടെ, ജോബി. ദേ ഓ, ഇത്തിരി വെള്ളം അനത്തിയിട് മോളെ. അമ്മച്ചി ഒന്ന് കുളിക്കട്ടെ. അനുസരണയില്ലാത്തൊരു അമ്മച്ചി. ഇങ്ങത്താ. ഇപ്പൊ എന്റെ കണ്ടുപോയനെ അറിയാമോ? പിന്നല്ലാതെ കുറെ നേരമായല്ലോ കണ്ണാടിക്ക് മുന്നിൽ കുച്ചിപ്പുടി കളിക്കുന്നു. ഒരു സുന്ദരി ചമയല്. അതെ, സൗന്ദര്യമുള്ളവർക്കേ ചമയം വരും. അതെനിക്ക് ഇത്തിരി കൂടിപ്പോയി. സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞൊഴുകിയില്ലേ ചേച്ചിക്ക്? അങ്ങോട്ട് മാറി പൂച്ചേ. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടെ? നിന്റെ ചോറ്റുപത്രം. അതെ,
അമ്മച്ചി ഇന്ന് ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ, ഇന്ന് കൊടുത്തേ പറ്റൂ. അവിടെ നിന്റെ അപ്പനെന്ന് പറഞ്ഞ ആളെ കൂർക്ക വിളിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. ചെന്ന് ചോദിക്കേ, ചെന്ന് ചോദിക്കടി, ചെല്ലാൻ. അപ്പച്ച, അപ്പച്ച എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക് അപ്പച്ച. ഇത് നിനക്കുള്ളത് മുഴുവൻ കഴിക്കണം കേട്ടോ. എന്തേ കിട്ടിയോ? മക്കളെ വിഷമിക്കണ്ട, അമ്മച്ചി തരാവേ. അമ്മച്ചി, അപ്പച്ചനെങ്ങാനും ഇത് കണ്ടാലേ എപ്പോ എടുത്തും ചോദിച്ചാ മതി. ഇതാ മക്കളുടെ ഫേസ്. നല്ല അമ്മച്ചി. അമ്മച്ചി, ആ ദേ ചന്ദ്രിക വന്നു, ഞാൻ പോണേ. പോയിട്ട് വാ. അമ്മച്ചി ഞാൻ പോണേ. ആ സൂക്ഷിച്ചു പോണേ മോളെ. ആ ചേച്ചി ടാറ്റാ. ടാറ്റ. ദേ ഭക്ഷണം മുഴുവൻ കഴിക്കണേ. പൊക്കോ. ടാറ്റാ. ടാറ്റാ. ആഹാ, ഇതെപ്പ കേറി ഇതിനകത്ത്? അയ്യോ, ഇതിനകത്തിരുന്ന പുട്ട് മുഴുവൻ തീർന്നോ? വേവൽപ്പ കുറവാണ് മേരി. എന്നിട്ട് മുക്കറായിട്ട് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടല്ലോ. നിനക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ നല്ല കാര്യം. ഇതെന്തേ ബാക്കിയാക്കിയത്? ഇതും കൂടെ ഉണ്ടാക്കിലേക്ക് തള്ളായിരുന്നില്ലേ? ഇന്നെന്തോ അല്പം വിശപ്പ് കൂടിയ പോലെ തോന്നുന്നു മേരി. കലത്തിൽ ഇന്നലെ മിച്ചം വന്ന പഴങ്കഞ്ഞിയുണ്ട്, അതും കൂടെ അങ്ങ് മോന്തായിരുന്നല്ലോ. പുട്ടടിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 കാന്താരി കുട്ടി ഞാനത് പിടിപ്പിച്ചെന്നേ. ഇങ്ങനൊരു തീറ്റ മോടൻ. മറ്റുള്ളവർ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ ഇത് വല്ലതും അറിയുന്നുണ്ടോ? സ്വന്തം കാര്യം അത്രേ ഉള്ളൂ. മേരിക്ക് വേണോ? വേണമെന്നെടുത്ത് കഴിച്ചോ. ഈ മനുഷ്യന് ഞാൻ രാവിലെ പുട്ടടിക്കാൻ പോയതാ, വായച്ചിലായിരുന്നു മിച്ചം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണതാ. എന്തേലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാ മതി, അപ്പ ഇറങ്ങും ഒരു പോണ പോക്കേണ്ടതൊന്ന് രാജ്യം മുഴുവൻ തന്റെ മൺവെട്ടി കൊണ്ട് വെട്ടിക്കൂട്ടി കൊട്ടയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. കഷ്ടം തന്നെ. എന്റെ മാതാവേ, ഇങ്ങനൊരു സാധനം പോണ പോക്കേണ്ടില്ലേ? സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊള്ളാം, നല്ല മകൻ. അമ്മച്ചി, ഓ എന്നാടി ത്രേസ്യേ? ഓ ഇവിടെ ഇരിക്കുകയാണോ? രാവിലെ ഒരു പത്രം കിട്ടിയാ പിന്നെ അത് മുഴുവനും അരിച്ചു പെറുക്കി വായിച്ചിട്ട് എഴുന്നേക്കൂ. 4ാമത്തെ തവണ അമ്മച്ചി കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കുന്നേ. ഒന്നിങ്ങ് വന്നേ അമ്മച്ചി. പത്രം വായിച്ചു കഴിഞ്ഞില്ലടി മോളെ. ഓ മതി അമ്മച്ചി, ഇനി പിന്നെ വായിക്കാം. അമ്മച്ചിക്ക് അറിയാലോ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുള്ളതാ. ഓ, ഞാനായിട്ടിനി നിന്റെ ജോലിക്കൊരു തടസ്സം നിൽക്കുന്നില്ലടി ത്രേസ്യോ. വന്നാട്ടെ. എന്തുവാടി ഒരു ശബ്ദം? അയ്യോ തുമ്മിച്ചായൻ. എന്നതാടാ തൊമ്മിച്ച അവിടെ കിടന്ന് നീ തപ്പുന്നത്? ഒന്ന് കാല് വീഴ്ത്തിയതാ അമ്മച്ചി. നീ രാവിലെ കഴിച്ചിട്ടുണ്ടല്ലേടാ? അങ്ങനെയൊന്നുമില്ല, സ്വല്പം, അത്രേ ഉള്ളൂ. ഇത്ര രാവിലെ നിനക്ക് എവിടെ നടാ കള്ള് കിട്ടുന്നത്? അമ്മച്ചിക്ക് സുഖാണോ? സുഖവിവരം അറിയാൻ കള്ളും കുടിച്ചാന്നോടാ വരുന്നത്? നിന്റെ പണിയൊക്കെ എങ്ങനെയുണ്ടടാ? കുറവാ, തീരെ കുറവാ. അതുകൊണ്ടാണ് അമ്മച്ചി 2 എണ്ണം കഴിച്ചു പോണം. നീ വിഷമിക്കണ്ടടാ തൊമ്മി. അധികം താമസിയാതെ ഈ അമ്മച്ചിക്ക് വേണ്ടി ഒരു കുഴി ഞാൻ തരുവടാ. അങ്ങനൊന്നും പറയല്ല അമ്മച്ചി. തൊമ്മിക്ക് സങ്കടം. ഈ കൈ കൊണ്ട് വിളമ്പി തന്നു ഉപ്പും ചോറും കഴിച്ചു വാർന്നവനായി തൊമ്മി. അപ്പൊ പിന്നെ എങ്ങനെ സഹിക്കാനാ? ഒന്ന് പറ. തൊമ്മിക്ക് സഹിക്കാൻ പറ്റിയല്ല. അപ്പോഴേക്കും നിന്റെ മുഖം മാടിയോടാ. അതാ ഈ തൊമ്മി. പോകാൻ വരട്ടെ. മോളെ ത്രേസ്യേ, നിനക്ക് സുഖാണോടി? എന്നാ തൊമ്മിച്ച ഇങ്ങനെ കുടിച്ച് നശിക്കണോ? ഇവ എന്നാ നശിക്കാനാ?
ദാ ഇത് വെക്ക്. വേണ്ട അമ്മച്ചി, വെക്കടാ. വേണ്ടെന്ന്. മേടിക്കടാ. വേണ്ടെന്ന്. ദാ. ആ ഇത് നിനക്ക് കള്ളു കുടിക്കാനുള്ളതല്ല. മേരിക്ക് കൊണ്ടുപോയി കൊടുക്ക്. വീട്ടിലെ പട്ടിണി തൽക്കാലം മാറട്ടെ. ഇന്ന് അമ്മച്ചിട്ട് കരുന്നേട്ടോ. എന്നാ വരട്ടെ എന്നാല്. അതാ പോട്ടെ മോളെ. ശേഖരായ എന്റെ ശേഖരേട്ടോ. ചുമ്മാ മുതലാളി. വേണ്ട, ഇട്ടിച്ച മുതലാളിക്ക് കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ. എന്നിട്ടാണോടി തങ്കമണി നിനക്ക് കഴിഞ്ഞ ആഴ്ച 20,000 രൂപ വന്നത്? അത് സമ്മതിച്ചു. പിന്നെ ഇട്ടിച്ച മുതലാളി പറഞ്ഞിട്ടല്ലേ ചെറുതാണെങ്കിലും ഞാനൊരു കൂര പണിയിക്കുന്നത്. പറഞ്ഞാ അതെനിക്ക് അറിയാലോ. ഞാനിന്ന് രാത്രി അങ്ങോട്ട് വരുന്നുണ്ട്, ഒരുങ്ങി ഇരുന്നോണം. കള്ളൻ. ഒന്നുകൂടെ ഒഴിക്കട്ടാ തോമിച്ച. ഒന്നുകൂടി ഒഴിക്കടാ. ഇത് ഏതാ സാധനം? ഇത് ഇടിയനാടാ, ഇടിയൻ. മോര് നല്ല ഫോമിലാണല്ലോടി. അതെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മുതലാളി. ഇടിയൻ കൊള്ളാലോടാ. ഒന്നുകൂടെ ആയാലോടാ. ഒന്നുകൂടി ഒഴിക്കടാ. രാമകുട്ടി, നീ ഇത് ചങ്കാടാ, ചങ്ക്. തീർന്നല്ലോടാ കുപ്പി. കൂടെ പറയട്ടാ. അമ്മച്ചി തന്ന കാശ് തീർന്നല്ലോടാ. അതിനെന്താടാ, കടമായിട്ട് പറഞ്ഞാ മതിയല്ലോ. നാളെ തൊമ്മിച്ചനെ കൊടുക്കാലോ. അത് തോമിച്ച് കൊടുക്കും. എന്നാ പിന്നെ നീ പറയുന്ന കൂടി തങ്കമണിയോ? ഓ, 4 കൂടെ പോരട്ടെ. 4 ചേട്ടാ, ചിക്കൻ പെരട്ടൂട്ടി എടുക്കട്ടെ? അതിനെന്താ, അത് 2 പോന്നോട്ടെ. വന്നു. മാവേ കരയിലടാ, അമ്മ ദേ എത്തി. മാവേ കരയിലടാ. ഓ എവിടെ എവിടെ അമ്മയുടെ മുത്ത് എവിടെ? ഓ കരയിലടാ, അമ്മ എത്തിടാ. കണ്ണുണ്ട്. ഓ ഓ കരയിലടാ വാവ, ഇരക്കുന്നോളൂ. ഓ അമ്മ പെട്ടെന്ന് വരേ. കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കാനല്ല ഇവിടെ ശമ്പളം തരുന്നത് കേട്ടോ. അല്ല സാറേ, കുഞ്ഞ് കരഞ്ഞത് കൊണ്ടാ. പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക്. ഓ ഓ കുഞ്ഞുറങ്ങിയല്ലേ? ഉറങ്ങി. ഇത്തിരിയേ ഉള്ളെങ്കിലും അവനറിയാം ഈ അമ്മച്ചി ജോലി ചെയ്താലേ കുടുംബം കഴിഞ്ഞു പോകുന്നു. അയ്യോ അമ്മച്ചി, എന്നെ തമ്മച്ചി ഇത്ര താമസിച്ചു പോയ വയറ് വിശന്ന് കരിഞ്ഞു അറിയോ? കളിക്കാം. കാശ് കിട്ടാൻ അല്പം വൈകി. പിന്നെ ദേ കുറച്ച് മലക്കറി വാങ്ങണമായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരേ. വാ, നമുക്ക് എന്തൊക്കെ കളിക്കാം? ചേച്ചി ഒരു കളിപ്പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്താടോ ഒന്ന് സഹരിച്ചൂടെ മാഷേ? എന്റെ ഈ കുഴിമാടത്തിലെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കാന്ന് വെച്ചാൽ ഇവിടെയും കിടത്തില്ല. മൂക്കറ്റം കള്ളും കുടിച്ച് വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. എന്നാ നാറ്റം. അതുകൊണ്ടാണല്ലോ നിന്നെ മൂക്കി പഞ്ഞി വെച്ചേക്കുന്നത്. അപ്പൊ ശുഭരാത്രി. രാത്രി ശുഭരാത്രി, തുമിച്ചെന്നും ശിവരാത്രി. അലക്കിയതേത് അലക്കാത്തതേത് ഒന്നും തിരിച്ചറിയാൻ പറ്റണില്ല. ഓ, എന്തൊരു നാറ്റ. ഇവിടെയും കിടക്കുന്നു. എല്ലാം കൂടി ചുരുട്ടിക്കുട്ടി ബോംബാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ കഷ്ടപ്പെടാൻ. മറ്റാർക്കും ഇതൊന്നും അറിയണ്ടല്ലോ. കഷ്ടം തന്നെ. പറഞ്ഞു വരുമ്പോ എന്റെ വകയുടെ അകന്നൊരു ബന്ധുവാണ്. ബോംബെയിലാ ജോലി. കാണാനും തിരക്കടില്ല. നല്ല കുട്ടിയാ, ഒറ്റ മകൻ. ഇവിടെയാണെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലീവിൽ വന്നതാണ്. താല്പര്യം എന്ന് വെച്ചാ ഇവളുടെ കാര്യം നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. എനിക്കൊരു വിവാഹം ഉടനെ വേണ്ട. എനിക്ക് താല്പര്യമില്ല അമ്മച്ചി. പിന്നെ
നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കാനാ? അതൊന്നും അല്ല അമ്മച്ചി. എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയാ എന്റെ അമ്മച്ചിയുടെ കാര്യം ആര് നോക്കും? അതെങ്ങനെയെങ്കിലും ആവട്ടെ, നിന്റെ ഭാവി സുരക്ഷിതമാക്കണ്ടേ ത്രേസ്യേ? അതെങ്ങനെയും ആവണം, അത്ര തന്നെ. ഇതൊരു നടക്ക് പോകൂല. പ്രളയബാധിത പ്രദേശത്ത് ലൈഫ് ജാക്കറ്റ് കൊടുക്കുമെന്ന് മന്ത്രി. നല്ല ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ അങ്ങനെ. അടുത്തൊരു പ്രളയം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. അല്ല, വീട് വെച്ച് കൊടുക്കുന്ന കാര്യം എന്തായി? ഖജനായ പണമില്ലെന്നല്ലയോ പറയുന്നത്? അപ്പൊ കിട്ടിയൊന്നും പണമായിട്ടല്ലേ? അല്ല, മണ്ണായിട്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ ഉള്ളേ. പുതിയ പുതിയ വാർത്തയ്ക്ക് പിന്നാലെയല്ലേ മന്ത്രിമാര്? ബസ് അപകടം. തണ്ണീർമുക്കം പഞ്ചായത്തിന് എതിർവശം പുലർച്ചെ 5 മണിയോടെ നിയന്ത്രണം വിട്ട ബസ് സമീപത്തുള്ള കാർത്തിയാനി ഷോപ്പിംഗ് മാളിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. മരണം വല്ലതും? നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ. കുഴിയെടുപ്പ്. നമ്മുടെ അടുത്ത് വലിയൊരു അപകടം നടന്നിട്ട് ഒരു കുഴി തന്ന് സഹായിക്കാൻ കർത്താവിന് തോന്നിയില്ലല്ലോ. ആരിത്? തൊമ്മിയോ? നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നടാ. എന്നതാ? ഒരു കുഴി എടുക്കാനുണ്ടായിരുന്നു. എവിടെ? വീട്ടുവളപ്പില. വീട്ടുവളപ്പിൽ? ആ, കുറച്ച് നല്ല വിത്തിയേനണ്ട് വെച്ചിട്ടുണ്ട്. അത് കുഴിച്ചിടാനാ. അല്ല പിന്നെ എന്റെ പണിയെ പറ്റി എങ്ങനെ പരിഹസിച്ചാണ്ടല്ല നിന്നെ വെട്ടി തുണ്ടെന്നുണ്ടാക്കി കാച്ചിന് വളമാക്കി കളി ഞാൻ. വേലങ്കുലിയിലെ തെക്കുവടക്ക് നടക്ക. എന്നിട്ട് അവന്റെ ഒരു ജാട കണ്ടില്ലേ? അവനോട് ആരെങ്കിലും സംസാരിക്കാൻ നിൽക്കുക? അവനൊരു മൂരിയാ, മൂരി. തൊമ്മിയോ, നീ ഇതെങ്ങോട്ടാടാ തിരക്കിട്ട്? അക്കരെ വരെ പോണം. മരിപ്പോലും തടഞ്ഞോടാ തൊമ്മി. ഓ, എവിടെ നിന്ന് മരിപ്പ് തടയാൻ? കഷ്ടം. വേലയും കുലില്ലാതെ തെക്കോടെ നടക്കുന്ന അവനോടാ മൂരി ഓത്ത്. ആരെങ്കിലും പറ്റിച്ച് പള്ള നിറച്ച് പട്ടയും മുതി വാളും വെച്ച് പള്ളി തിണ്ണയിലോ വല്ല കടത്തിണ്ണയിലോ അങ്ങ് കിടക്കും. പിന്നെ ബോധം തെളിഞ്ഞ കണ്ണിൽ കണ്ടുകൊണ്ട് മെക്കിട്ട് കയറുക. അതാ ഇവൻ. അല്ലടാ മൂരി. പറയുമ്പോൾ അതും പറയണല്ലോ. ഇവന്റെ കെട്ടിയോള് മേരി ചുമടെടുത്താണെങ്കിലും ഇവനെ ഇവന്റെ കുഞ്ഞുങ്ങളെയും നല്ലോണം നോക്കും. ഇവൻ ആകെ അറിയാത്തൊരു പണിയുണ്ട്, കൊച്ചുങ്ങളെ ഉണ്ടാക്കുക. അല്ലടാ മൂരി. ശരിയാടാ, ഞാൻ മൂരിനാ. എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാക്കാനെങ്കിലും അറിയാം. എടാ, മൂക്കിന് താഴെ കരിതേച്ച് കറപ്പിച്ച കപ്പടാ മീശിയം വെച്ച് കയ്യിലും കഴുത്തിലും ക്ലാപ്പും ചങ്ങലിട്ട് നെഞ്ചും തള്ളി നടന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ലടാ. കൊല്ലം 4 കഴിഞ്ഞില്ലടാ നിന്റെ കെട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് നിനക്കൊരു കൊച്ചിനുണ്ടാക്കാൻ കഴിയില്ലല്ലോടാ. എടാ, അതേടാ, നിന്റെ പെണ്ണും പിള്ള പലപ്പോഴായിട്ട് എന്നെ വിളിക്കുന്നു. ഇപ്പോഴാടാ ഈ തൊമ്മിച്ചിന് നേരം കിട്ടിയത്. വരുന്നോടാ ഇട്ടിച്ച ഈ തൊമ്മിച്ചിന് അങ്ങനെ കൊച്ചുകൾ ഉണ്ടാക്കുന്ന കാണിച്ചു തരാടാ. പാടാ. എടാ നിന്നെ. പൈകളെ കാണുമ്പോഴാണ് നിന്റെ നകളിപ്പെടല്ല. നിർത്തി കാണാം. ഇല്ലെങ്കിൽ നിന്റെ കിടുകാൻ വേണ്ടി അഴിച്ചിട്ട് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണം. നായിട്ട ഈ തോമിച്ചൻ കള്ളുടിക്കും, റമ്മി കളിക്കും, പക്ഷെ പെണ്ണുവിളി അത് മാത്രമില്ല. അക്കാര്യത്തിൽ തോമിച്ചൻ ഡീസന്റാ. എടാ മുത്തു, വെള്ളം എടുക്കടാ. മൂരിയോടാ അവന്റെ കളി.
അബുക്ക ആ ഇതാരാ ബെന്നിയെ? ഇതെന്റെ കൂട്ടുകാരി ആലീസ്. ആഹാ, 2 ഇളനീര്. ഓ ഏ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. അതെന്തേ? വേണ്ട ബെന്നി, എനിക്ക് താഴെയുള്ള കുഞ്ഞുങ്ങളും അമ്മച്ചിയും പട്ടിണി കിടക്കുമ്പോ എനിക്കിതൊന്നും ഇറങ്ങിയല്ല. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആലീസ് ഒരെണ്ണം കഴിക്കണം. ഇഷ്ടാണ്, പക്ഷേ വേണ്ടടാ. എന്റെ വടക്കണപ്പാ, തൊമ്മിച്ചന് 10 കാശ് കിട്ടണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അതേതായാലും സാധിച്ചല്ലോ, സമാധാനായടാ. അതുകൊണ്ട് ഇന്നത്തെ ഇടിയൊരു നിന്റെ വക ആവട്ടെ. ഏയ് തങ്കമണിയാ, 2 ഇടിയടിക്ക് എടുത്തോ. ഓ ദാ ഇപ്പൊ എടുക്കാം. അപ്പൊ ഇരിടാ, തുടങ്ങല്ലേ? പിന്നെ അല്ലാതെ എന്തിനോ ഈ മൂല്യം പോത്തിലേക്ക് ഇറക്കി വിളിച്ചാലട്ടാ. സ്വസ്ഥമായിട്ട് നാളെ അടിക്കാനാ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവനെ പോലുള്ള ചെറ്റകളൊക്കെ കള്ളുടിപ്പിക്കാൻ നിന്നാലേ ഞങ്ങളെപ്പോലുള്ള മാന്യമാര് ഇനി ഇവിടെ വരില്ല. ഇറക്കി വിളിച്ചാലട്ടാ. എന്താണ് നായിന്റെ മന നീ പറഞ്ഞത്? നിനക്ക് വേണ്ടി ഒരു കുഴി കുത്തോടാ ഞാൻ. സ്നേഹമുള്ള ദൈവമേ, ഈ സായം സന്ധ്യയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിന് എന്നെ അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങേ കൃപയാൽ രാമൻകുട്ടി നമ്മൾ നടന്ന് വീണു കൊച്ചുപള്ളിന്റെ മുമ്പിലെത്തിയതാ. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ കർത്താവേ കാത്തോളണേ. ഇത് പള്ളിയല്ല, ഇച്ചാന്റെ വീടാണ്. ആണോ? ഞാൻ വെറുതെ സംശയിച്ചു. അപ്പൊ ശരിയാ. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യണമേ. ആമേൻ. സ്നേഹമുള്ള ദൈവമേ, ഈ സായം സന്ധ്യയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിച്ചിടണമേ. ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥനകളും സന്തോഷിപ്പിക്കുന്നതിന് സഹായിച്ച് നല്ല ദൈവമേ, ഞാൻ അങ്ങയെ സാഷ്ടാംഗം നമിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. മോളിങ് വന്നേ. എന്റെ വെള്ളിക്കൊലുസ് കൊണ്ടുവന്നോ അപ്പച്ച? കൊണ്ടുവരും, അപ്പച്ചൻ കൊണ്ടുവരും. ഇപ്പൊ എന്റെ മോക്കൊരു മക്കളകത്തേക്ക് ചെല്ലേ. ഈ അപ്പച്ചനോട് അമ്മച്ചിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. 2 വാക്ക്. തമ്മിച്ച ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. 24 മണിക്കൂറും കള്ളു കുടിച്ച് കൂത്താടുക. വളർന്നു വരുന്ന 2 പെൺമക്കളുണ്ട് ഇവിടെ, അത് മറക്കരുത് തൊമ്മിച്ച. അപ്പനിങ്ങനെ ഏത് നേരവും കള്ളും കുടിച്ച് ലക്കില്ലാതെ നടന്നാലേ അതിന്റെ നാണക്കേട് ആ കുട്ടികൾക്കാ. ഞാൻ നിർത്തി മേരി, കുടി നിർത്തി മേരി. ഇന്നത്തോടു കൂടി ഞാൻ ഈ പരിപാടി നിർത്തി. നടന്നത് തന്നെ. അല്ലേ തന്നെ ഇത് കരളിനെ കേടാ. TV കാണിക്കുന്നുണ്ടായിരുന്നു, ഇത് കരളിനെ ബാധിക്കുന്നത്. മേരി നിങ്ങ വന്നേ. എന്നതാ? ഞാനൊരു കാര്യം പറയട്ടെ. എന്നതാന്ന് വെച്ചാൽ പറ തൊമ്മിച്ച. എനിക്ക് കൊച്ചുങ്ങളുടെ കാര്യം നോക്കാനുണ്ടേ. അതെ അല്ലേ വേണ്ട, ഒന്ന് പറഞ്ഞു തൊലക്ക് തൊമ്മിച്ച. എനിക്കൊരു ഉമ്മ തരാവോ?
ആ നിർത്ത. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നവരെ ഇവിടെ പാറ പൊട്ടിക്കാൻ പാടില്ലെന്നാ ഗവൺമെന്റ് ഉത്തരവാ. അയ്യോ, അപ്പൊ ഇന്ന് വരെയുള്ള കൂലി? ഒരു തീരുമാനമാവട്ടെ എന്നിട്ട് പറയാം. അയ്യോ സാറേ, കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാ. മാനേജ്മെന്റ് മറ്റൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നോക്കാം. വല്ല കാര്യമുള്ള കാര്യമാണോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഈ മാതിരി പണിക്ക് പോരുന്നു. 6ാം വാരിക്കാ തട്ട് കിട്ടിയത്. ഇയാളെ ഭാര്യന്റെ വീട്ടുകാരിയും മഹാഭാഗ്യം, അല്ലെങ്കിൽ ജീവൻ അപ്പോഴേ പോയേനെ. അവൻ തന്നെ പോലെയല്ല, പണി അറിയുന്നവനാ. അവനുമായി ഒരു മല്ല യുദ്ധത്തിന് പോകാതിരിക്കുന്നത് ആ തനിക്ക് നല്ലേ. കുറച്ചു കാലം പിടിക്കും ഇതൊന്ന് നേരെയായി കിട്ടാൻ. മൂരി പോത്തെ, അധികം താമസിയാതെ അവനെ ഞാനങ്ങ് പൂട്ടും. എന്നടാ കാര്യം? കാര്യമുണ്ട് അതൊക്കെ പിന്നെ പറയാം. രാവിലെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വെച്ച് കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? അത് മതി. തൊമ്മി, എടാ തൊമ്മിച്ച, ഇവിടെ ആരും ഇല്ലേ? തൊമ്മി, എടാ തൊമ്മി. സാറുമാരോ? എന്നതാ സാറുമാരെ? അവനില്ലേടെ ഇവിടെ നിന്റെ തൊമ്മിച്ചൻ? ഈ സമയത്തൊന്നും എന്റെ തൊമ്മിച്ച ഇവിടെ ഇരിക്കല്ലേ സാറുമാരെ? അവനിപ്പോ എവിടെ ചെന്നാ കിട്ടോടി? ശേഖരന്റെ കള്ളഷാപ്പില്. വേറെ എവിടെ പോവാനാ സാറുമാരെ? അവിടുന്ന് പിടിച്ചോളാം. ഇവിടെ ഉണ്ട് സാർ. പൊക്കി എടുക്കടാ തോമിച്ച. പിടിക്ക്. വീട് പൊതു സ്ഥലത്ത് വെച്ച് കള്ളു കുടിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. എന്നാലും അല്പം കഴിച്ചോട്ടെ സാറേ. എങ്ങനെയാ സാറേ? അവൻ കഴിക്കട്ടോ, നീ കഴിക്കടാ. നീ വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ചു, ഞാൻ കരയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. രണ്ടായാലും നമ്മളൊന്നല്ല അടിക്ക. അപ്പോ അള്ളിയിലുള്ള കുഴി എനിക്ക് തന്നെയാണല്ലോ അല്ലേ സാർ? നീ നാളെ സ്റ്റേഷനിലേക്ക് വാ. എന്റെ വടക്കരപ്പാ, ഇന്ന് രാവിലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും തോമിച്ചൊരു 10 കാശ് കിട്ടണമേ എന്ന്. ഷാപ്പിലോട്ട് ഇത് മുഴുവൻ അടിച്ച് തീർത്തിട്ട് നീ വീട്ടിൽ പോയാ മതിയടാ. ഒരു ബീഡിങ് എടുത്തത് വെച്ചാ ഞാനൊന്ന് വലിക്കട്ടെ. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെൺപിള്ളേർ, അവരെ കെട്ടിച്ചു വിടണം. ഇളയത്തങ്ങളുടെ പഠിപ്പ് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മാസത്തിൽ 1-2 പെട്ടി വിട്ടിട്ട് എങ്ങനെ കാര്യങ്ങൾ നടത്താനാ? ഈ അടുത്ത കാലം കൊണ്ടാ കച്ചവടം ഇത്ര കണ്ട് മോശമായത്. കണ്ടില്ലേ പെട്ടികളെല്ലാം കിടക്കുന്നത്? എല്ലാ മേഖലയിലും മാന്യം സംഭവിച്ചിരിക്കുക. നമ്മളെ മാത്രമല്ല, ഒരു മാറ്റം ഉണ്ടാവും ചാച്ച. ഒരു നല്ല കാലം നമുക്കുണ്ടാവും. അതിന് എന്നാണോ എന്തോ നടക്കോ എന്തോ. ഏയ്, തൊമ്മിച്ചൻ കാര്യം നടത്തിയേ വരൂ. എന്നാലും എന്റെ വടക്കനപ്പാ, എന്റെ തൊമ്മിച്ചനെ കാത്തോളണേ.
ഒന്നുമില്ല. ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? എന്നാ പറ്റി? അതിനാരെങ്കിലും ചാവണ്ടേ? അയ്യോ അയ്യോ തോമിച്ച അത് എടുക്കലേ. തോമിച്ച ആനക്കുട്ടിക്ക് കൊലുസ് വാങ്ങാൻ വെച്ചിരിക്കണേന് തോമിച്ച അത് എടുക്കലേ. തോമിച്ച തോമിച്ച ആ പൈസ എടുക്കലേന്ന് തന്നെ തോമിച്ച. ആനക്ക് കൊലുസ് ചാവ വെച്ചു കൊടുത്തത് അതൊന്നും നടക്കില്ല. തരാൻ തോമിച്ച കുട്ടി കണ്ടുപിടിക്കാൻ സമ്മതിക്കില്ല. ഒരു കുട്ടി വെച്ചിട്ട് തോമിച്ച ഇത് കൊണ്ട് പോവരുത് തോമിച്ച. അയ്യോ കൊണ്ടുപോകരുത് തോമിച്ച. തോമിച്ച തോമിച്ച. ഞാൻ രാവിലെ മുതൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നടാ. ഏതായാലും കാര്യം സാധിച്ചല്ലോ, സമാധാനായി. ശേഖരന്റെ താമ്പിലോട്ട് പോവാം. ഇനി താമസിക്കണ്ട. നിനക്കറിയോ, രാവിലെ രണ്ടെണ്ണം അടിക്കാത്തോണ്ട് എന്റെ കൈയും കാലും വരയ്ക്കാണ്. എത്രയും വേഗം എവിടെങ്കിലും ജോലിക്ക് കയറണം. അമ്മച്ചി ഒറ്റയാളുടെ വരുമാനം കൊണ്ട് കുടുംബം കഴിഞ്ഞ് പോകുകയില്ല ബെന്നി. എൻ്റെ അപ്പൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അറിയാം. എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടിനും ദാരിദ്ര്യത്തിനും ഒരു മോചനം, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ആഗ്രഹിക്കുന്ന രീതിയിലെ നല്ല ജീവിതം നിനക്ക് ഉടനെ ഉണ്ടാവും ആലിസേ. എൻ്റെ അമ്മച്ചിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കുക. സത്യ? ആ, എപ്പോഴാ പെണ്ണ് വെച്ച് വരണ്ടെന്ന കാര്യം പറഞ്ഞാ മതി. കർത്താവേ, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കും. അയ്യോ അപ്പച്ചൻ. ഇന്നലെ എന്തിനാ പഠിക്കുന്നേ? ഞാൻ പോയി പറയട്ടെ കാര്യങ്ങൾ. ആലിസേ, ഐ ലവ് യു. ആലീസേ, എന്നാ അമ്മച്ചി? ദാ കുടിക്ക്. പരീക്ഷയ്ക്കുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞോ മോളെ? പഠിക്കണം, പഠിച്ച് മിടുക്കിയാവണം. ഈ അമ്മച്ചി കഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാത്രമേ ഈ അമ്മച്ചിക്ക് ചിന്തയുള്ളൂ. ഈ അമ്മച്ചിയെ മറ്റുള്ളവരുടെ മുമ്പിൽ തോപ്പിക്കരുത്. അയ്യേ, എന്നെ അമ്മച്ചി. ഒന്നുമില്ല അമ്മച്ചി. അയ്യോ ആനിക്കുട്ടി, എന്നാ ഇത്? വരുന്ന വഴിക്ക് കുറച്ച് ചുള്ളിക്കമ്പ് കിട്ടി. അപ്പച്ചന് കുളിക്കാനുള്ള വെള്ളം അനത്താൻ കുറച്ച് ചുള്ളിയായാലോ ഞാൻ വിചാരിച്ചു. നന്നായി മോളെ. വാ വാ ആനിക്കുട്ടി, വാ മക്കളെ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട കപ്പയും മത്തിയും അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു തരാം. വാ. മിന്നുന്ന ലൈറ്റ് പോരല്ലേ? അവനവന്റെ കഴിവിനൊത്ത് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കണമെന്നാ പ്രമാണം, അല്ലേ അമ്മച്ചി? അതെ ആനി അമ്മച്ചി. ജോസൂട്ടി, നിന്റെ ആദ്യത്തെ ക്രിസ്മസാ അല്ലേടാ? ക്രിസ്തുവിന്റെ ജനനം പറഞ്ഞ് ദേവദൂതന്മാർ എത്തിക്കഴിഞ്ഞു. അത് 4 കാലിലാണെന്നേ ഉള്ളൂ. നീ വരുന്നില്ല? വേണ്ടടാ, നല്ലൊരു ദിവസമായിട്ട് ഞാനൊരു കരടാവുന്നില്ലടാ. നീ വാടാ. വേണ്ടടാ, മേരി ചേട്ടത്തിക്ക് ഇഷ്ടപ്പെടത്തില്ല. മേരി? എടാ, മുത്താരംകുന്നിലെ മാമച്ചന്റെ മോള് മേരി ഉണ്ടാക്കി വീണല്ലടാ ഇത്. ഇത് കുഴുവെട്ടുകാരൻ തൊമ്മിയുടെ അപ്പൻ, കുഴുവെട്ടുകാരൻ തങ്കച്ചൻ ഉണ്ടാക്കിയിരിക്കുന്ന വീടായത്. എടി കൊച്ചിനെ നിർത്തേ. വാട ചക്കരേ. മേരി, ഹാപ്പി ക്രിസ്മസ്. ഓ ആയിക്കോട്ടെ. ജ്യൂസ് രാമൻകുട്ടി, ഒന്നിങ്ങ് വന്നേ. ഭക്ഷണം കഴിക്കാനൊന്നും ഞാനില്ല, ഞാൻ പോവാ. കുറച്ചു കാലമായി നീ എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇനി എന്നെ കെട്ടിയതിനെ പറ്റി നീ ജീവിക്കുകയാണെങ്കിൽ നിന്നെ ചവിട്ടി കൊന്നോളെ ഞാൻ. കണ്ടവനെ പറ്റി നീ ജീവിക്കുന്ന പോയി വേലെടുത്ത് ജീവിക്കണം.
ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് തൊമ്മിച്ചിന് ലെവലേഷൻ ചിന്തയില്ല സിസ്റ്റർ. ഞാൻ എന്തെങ്കിലും ചില്ലറ ജോലി ചെയ്ത് കൂട്ടിവെക്കുന്ന കാശ് തപ്പിയെടുത്ത് കള്ളു കുടിച്ച് തീർക്കും. കള്ളു കുടിച്ച് വീട്ടിൽ വന്നാൽ പിന്നെ വഴക്കും വക്കാണോ, ഒരു മനസമാധാനം ഇല്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. മേരി വിഷമിക്കണ്ട, കരുണാമയനായ കർത്താവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കത്തില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നെ അന്വേഷിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിന്റെ ഭാര്യ മേരി എന്നെ വന്ന് കണ്ടിരുന്നു. അവൾക്ക് എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. ഇട്ടിച്ചന്റെ ഓട്ട് കമ്പനിയിൽ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടില്ലേ. എടാ തൊമ്മി, നീ അവിടെ പോയി നിന്റെ പതിവ് മൂരിയുടെ സ്വഭാവം കാണിച്ചാലല്ലോ ചവിട്ടിക്കും. മനസ്സിലായാ? പോക്കോ. ഇങ്ങോട്ട് വന്ന്. ഏതാ ബ്രാൻഡ്? മണവാട്ടിയാണ് അച്ചു. മണവാട്ടി. ആ മണവാട്ടി. ചോദിച്ചു എന്നതാ അമ്മച്ചി ഉണ്ടാക്കണ? ചമ്മന്തി. ഇന്ന് കഞ്ഞി ചമ്മന്തി സൂപ്പർ. തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി. അമ്മച്ചിക്ക് അറിയാലോ എനിക്ക് കഞ്ഞി കണ്ടാ കണ്ണാറാണെന്ന്. എനിക്ക് വേണ്ട. ഇതെങ്കിലും ഉണ്ടല്ലോ മക്കളെ. എൻ്റെ മക്കൾ കഴിച്ചില്ലെങ്കിൽ അമ്മച്ചിക്ക് ഒത്തിരി വിഷമാവും. അമ്മച്ചിക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയില്ലേ? ഇനി നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു പാടെ മാറും ഇല്ലേ അമ്മച്ചി? പിന്നെ പാടെ മാറട്ടെ, എന്നിട്ട് മതി ഭക്ഷണം. എനിക്കിത് വേണ്ട. ഒരു കഞ്ഞി ചമ്മന്തി. അയ്യോ ആലിസേ, ആ മുരുക, ചേർത്തലക്കുള്ള കട്ട ഉടനെ അയക്കണം. ആ രാമോഹൻ വന്നാൽ ഇരിക്കാൻ പറയണം. ഞാനിവിടെ എത്തിക്കോളാം. എങ്ങനെ ഉണ്ടാ അവള്? അവര് പാവാണ് സാർ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീയാ. മോരി അവളുടെ കെട്ടിയൻ. അവൻ അങ്ങനെയല്ലല്ലോ, അവനൊരെല്ല് കൂടുതലാ. താമസിയാ ഞാനങ്ങ് ഓടിച്ചു മാറ്റും. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് ജോലിക്ക് വന്നാൽ നിന്നെ സമ്മതിക്കണം. ജീവിക്കണ്ടേ ചേച്ചി? നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കും വിഷമമുണ്ടടി. അയ്യോ മോൻ കരയുന്നു. നീ ചെല്ല്. അമ്മച്ചി അമ്മച്ചി എത്തല്ലോ ജോസൂട്ടി. കഷ്ടം തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നീ വെടുപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടടി ലില്ലിക്കുട്ടി, നീ പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അതെ, നടുവിലെടുത്ത് അന്നമ്മച്ചേർത്തി കഴിഞ്ഞു കേട്ടു. അയ്യോ ഞങ്ങളങ്ങോട്ടാ. വാടാ. വാടാ. എന്റെ കർത്താവേ, കേട്ടത് സത്യമല്ലേ? അവിടെ കൊണ്ടുപിടിച്ച പ്രാർത്ഥന നടക്കുവാടി. നീ ധൈര്യമായിട്ടിരി, ഏതാണ്ട് കഴിഞ്ഞ മട്ട. ഓ റിയലി? ഓ മൈ ജീസസ്, എത്രയും പെട്ടെന്ന് ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തിട്ട് ഇനി പോരാ നോക്ക്. ഒന്നും എല്ലാം നോർമലാണല്ലോ. കഴിഞ്ഞിട്ട് വെച്ചേ, ഞാൻ പിന്നെ വിളിക്കാടി. എന്റെ അല്ലാമേ, കർത്താവ് കാത്തു. ഞാൻ
പേടിച്ചു പോയി. അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ പോവുകയല്ലടി ത്രേസ്യേ. ജോബി എവിടെ? ഞാനിവിടെ ഉണ്ട്. അമ്മച്ചിക്ക് ഒന്നുമില്ല മോനെ. ജോബി ഒന്ന് വന്നേ. വീട് അന്നാമ്മ എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു. ഒന്നുമില്ല. ഓ ജോബി, ബോഡി വളരെ വീക്കാണ്. മരണത്തിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഒരു മിറാക്കിൾ സംഭവിച്ചതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ അത്ഭുത ശക്തി. കർത്താവ് ജീവൻ തിരിച്ചു തന്നെന്ന് വിചാരിച്ചോണ്ടാ മതി. ആണ്ട വരുന്ന അടുത്ത കോപ്പൻ. അല്ല ഒന്ന് നിന്നേ. അതെ, ഇതും കൂട്ടി 4ാമത്തെ അന്ത്യവകാശം ഇവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഒരുമാതിരി ലഡാക്കിലെ പണിയായി പോയി. ജോബി, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാനൊരു വൈദികന, ആരാച്ചാരല്ല. അന്ത്യകുദാശ എന്ന് പറയുന്നത് മരണശൈലിയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് മരണാനന്തരം സ്വർഗത്തിലേക്ക് ക്ലേശങ്ങളില്ലാതെ പ്രവേശിക്കാനുള്ള കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാതെ ജീവൻ എടുക്കുക എന്നല്ല. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടാവൂ. കർത്താവ് എവിടെയും കുരിശോ? സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. നിന്നെ മടുത്ത് കാണാനാ. ജോലി ബാക്കിയുണ്ട് സാർ. എന്റെ കെട്ടിയവൻ മോനിക്ക് സുഖല്ലേ? തൊമ്മിച്ചൻ. തൊമ്മിച്ചൻ, തോമസ്. തോമസ് ലീഹയുടെ പേര്, പക്ഷെ മോനിയുടെ സ്വഭാവവും. ജോലി തീർക്കാനുണ്ട്. അറിയാം. ഇത്രയും സുന്ദരിയായ മേരി എങ്ങനെ ഈ കുഴിവെട്ടുകാരൻ തോമയുടെ കയ്യിൽ നിന്ന് വിട്ടു? സൗന്ദര്യം വാരിക്കോരി തന്നിരിക്കല്ലേ. ഞാനും അങ്ങനെയാ. ഇഷ്ടപ്പെട്ടു പോയാൽ പണം എത്ര വേണമല്ലോ വാരിക്കോരി കൊടുക്കും. ഇയാളെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പോണു സാർ. നിന്നെ നീ കിട്ടോടി. നല്ലൊരു കാര്യത്തിനങ്ങ് മൂടിപ്പോച്ച് ബീഡിയും വലിച്ച് മുന്നേ കുത്തിയിരിക്കും. അങ്ങോട്ട് മാറിയിരിക്കും. അശ്ലീകരം. ജോബി, നിർത്തുന്നുണ്ടോ നിന്റെ സംസാരം? എല്ലാരും കൂടെ എന്നെ തോപ്പിക്കാനുള്ള പുറപ്പാടാ. ഞാനങ്ങനൊന്നും തോക്കല. ജയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓരോന്ന് ചാവാറായി എന്നിട്ടും കിടക്കുവോ? അന്നമ്മോ, അയാള് പറഞ്ഞത് ശരിയാ. ഞാനൊരു അശ്രീകര. ചെറുപ്പത്തില് ഈ ഒക്കത്ത് വെച്ച് നടന്നതാ അവന്. അന്നൊന്നും എന്നെ വല്യപ്പച്ചാന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു. പക്ഷേ അവൻ വല്യപ്പച്ചാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എന്റെ മോഹം തീർന്നിട്ടില്ല അന്നാമോ. എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ലെങ്കിലും എനിക്കെന്റെ അന്നാമ്മയെ വിട്ടു പോവാനാവോ? അല്ലെങ്കിൽ തന്നെ വിടം വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? എനിക്കറിയില്ല അന്നാമ്മ. ആന്റെ പച്ചായൻ എങ്ങും പോകുകയില്ല. അവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. എന്നാലും അയാളുടെ കുത്തുവാക്കുകൾ എങ്ങനെ സഹിക്കാനാമേ? മേരി ഒന്ന് നിന്നേ. ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതൊന്നും എനിക്കറിയില്ല, മുതലാളിയാ പറഞ്ഞേ. പോട്ടെ മക്കളെ. എടാ തൊമ്മിച്ച, എന്റെ മനസ്സിനെ ആലിട്ടുന്ന ഏക പ്രശ്നം അമ്മച്ചിയുടെ മരിപ്പാടാ. നമ്മുടെ വെള്ളാരം കുന്നിലെ ചില്ലറ പുതുപ്പണക്കാരെയൊക്കെ നിനക്ക് പരിചയം ഉണ്ടാവുമല്ലോ. ഒരു വിലപേശലിന്റെ ആവശ്യമില്ല. നമ്മുടെ വീടും അതിന്റെ പിന്നിലെ 12 ഏക്കർ പുരയിടും നീ ഒന്ന് കച്ചവടം ആക്കി തരണം. അപ്പൊ അമ്മച്ചി ഉടനെ എങ്ങനെ തള്ള ചത്തില്ലേലേ, അവരെ വല്ല വൃദ്ധസാധനത്തിലും തള്ളിയിട്ടേച്ച് ഞാനങ്ങ് പോകും. അതൊന്നും നടക്കേല. ഇക്കാര്യത്തിൽ നിന്നോട് നിൽക്കാൻ ഞാനുണ്ടാവില്ല. അവന്റെ ഒരു പുളിച്ച കള്ള്. വൃദ്ധസാധനം പോലും വൃദ്ധസാധനം. സ്നേഹം എത്ര മനോഹര. എടാ ജോബിയെ, അമ്മച്ചിയെ ഞാൻ കണ്ടിരുന്നു. വിഷമിക്കണ്ടാ, അമ്മച്ചി അടുത്തെങ്ങും നമ്മളെ വിട്ടു പോകത്തില്ല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാ. കഴിവേറ്റി നാറി കരിനാക്ക് വളച്ചെന്തേലും പറഞ്ഞോണ്ടല്ലോ നിന്റെ നാക്ക് കുത്തിയാൻ അണ്ണാക്കി തള്ളിക്കളെ. അമ്മ പ്രാർത്ഥന. ചേച്ചിയുടെ മുത്തേ, ചക്കര മുത്തേ. എന്തടാ ചക്കരേ മുത്തു? ഇങ്ങോട്ട് നോക്കിയേ, നോക്ക്. ആ
ചക്കരക്കുട്ട ചക്കരക്കുട്ട. അമ്മച്ചി ദേ അപ്പച്ചൻ. വാടാ, നമ്മുടെ അപ്പച്ചൻ വന്നട കുട്ട. ഇത് എന്നതാ തോമിച്ച കയ്യില്? ഇതെന്നതാന്ന് എനിക്കറിയില്ലേ? എനിക്ക് എങ്ങനെ അറിയാം? ഇത് കോഴി. അപ്പച്ച എന്റെ വെള്ളിക്കൊലുസ്. അപ്പച്ചന്റെ മുത്തിന്റെ വെള്ളിക്കുലുസ് വരും. എന്തിനാ തോമിച്ച ഇങ്ങനെ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കണേ? ആനിക്കുട്ടി, നിനക്ക് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗ ഇല്ലെന്ന് അങ്ങ് വിചാരിച്ചാ മതി. വിഷമിക്കണ്ട മോളെ, ഈ അമ്മച്ചി മക്കൾക്ക് വാങ്ങിത്തരും. നിന്നെ ഞാനിപ്പോ സൂപ്പാക്കി തരണം. തൊമ്മിച്ച ഒന്നിങ്ങ വന്നേ. എന്നതാ കാര്യം? തൊമ്മിച്ച എന്റെ ഫാക്ടറി പോയിരുന്നോ? നീ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ എന്നാ പോണത്? തൊമ്മിച്ച ചുറ്റിക്കളി വേണ്ട. തൊമ്മിച്ച ഇന്ന് എന്റെ ഫാക്ടറി പോയിരുന്നു. ഞാൻ പോയിരുന്നു. എന്തിന്? ആ പീറ ഇട്ടിച്ചൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയ വിവരം അറിയാമോ പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ കണ്ടു. വെറുതെ കണ്ടതേ ഉള്ളോ? അല്ല, ശരിക്കും കണ്ടു. നല്ല പെമ്പിള്ളരെ കാണുമ്പോൾ നിന്റെ അളക്കണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തേക്കണം. അല്ലെങ്കിൽ ഇളക്കണ സ്ഥാനത്ത് ഞാൻ ചൂളലേക്ക് ഇടത്തേണ്ടി. ഞാനത്രേ ചെയ്തു. എന്റെ ജോലി പോയി. ഇനി ഈ പിള്ളേർക്ക് വല്ല മണ്ണ് വാരി തിന്നാൻ കൊടുക്കേണ്ടി വരും കേട്ടോ. വാണിങ്ങോട്ട് കള്ളം കുടിച്ച് നടക്കത്തേ ഉള്ളൂ. ബാക്കിയുള്ളവരെ പണിയെടുക്കാനും നീ രക്ഷപ്പെട്ടല്ലടാ കോഴീന്റെ മോനെ. എന്നതാടി ത്രേസ്യേ? നിനക്ക് എന്നാ പറ്റി മോളെ? ഒന്നുമില്ല അമ്മച്ചി. നീ ഇഞ്ഞു വാ. അന്ന് നിന്നെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോ നിനക്ക് പ്രായം 9 മാസം. കൈക്കുഞ്ഞായ നിന്നെ ഈ നെഞ്ചി കിടത്തിയ അന്നമ്മ വളർത്തിയത്. അതുകൊണ്ട് നിന്റെ ഹൃദയമെടുപ്പ്, മനസ്സിന്റെ നേരിയ ചലനം, ഇതെല്ലാം ഈ അമ്മച്ചിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും മോളെ. അറിയോ, നിനക്കൊരു വിഷമം വന്നാ ഈ അമ്മച്ചിക്ക് അത് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ത്രേസ്യേ? ഞാനും ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതേ മോളെ. എനിക്ക് മറ്റൊന്നും വേണ്ട അമ്മച്ചി. എന്നെ ഒറ്റയ്ക്കാക്കി പോവാതിരുന്നാ മതി. അങ്ങനെ പെട്ടെന്നൊന്നും ഈ അമ്മച്ചി പോവുകയല്ലടി. ഈ അമ്മച്ചി ഒരു കാര്യം ആവശ്യപ്പെട്ട നിനക്കത് ചെയ്തുതരാൻ പറ്റുമോ ത്രേസ്യേ? പറഞ്ഞാട്ടെ, ഈ ത്രേസി എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞാട്ടെ. അത് നമ്മുടെ അന്നത്തെ മാർഗം കളി എനിക്കൊന്ന് കാണണം. മേൽത്തോന്നും മേനിയും തേതൈ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തേതൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേതൈ പിടിക്കുക. നിന്റെ ഒരു കോനാരം കളി. ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇവിടെ ഈ കൊതുകടിയും കൊണ്ട് കിടക്കുന്നതേ നിന്റെ കോനാരം കളി കാണാനല്ല, നെഞ്ചിൽ തീയാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയല്ല. അതെ, ഒരു പ്രായം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യത്തിന് ഇരിക്കാതെ ചത്ത് പണ്ടടങ്ങി പോണം. ജോബി, നിന്റെ ഭാഷയും സംസാരവും അതിരി കിടക്കുന്നു. എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. എടാ, എടി ത്രേസ്യേ, നിന്നോട് ഞാൻ പറയുവാ, ഈ തള്ള ചത്തൂന്ന് അറിഞ്ഞ ആ നിമിഷം നീ വീട് വിട്ടു പൊക്കണം. പിന്നെ നിന്റെ നിഴല് പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. 10,000 25,000 രൂപ വേണേ ഞാൻ തരും. ഇത്രയും കാലം ഈ തള്ളയെ നോക്കി എന്റെ നോക്കൂലി. സ്വത്തോ കുടികിടപ്പാവശോ ചോദിച്ച് എന്നെ ശല്യം ചെയ്യാൻ വന്നോണ്ടല്ലോ, നിന്നെ ഞാൻ പച്ചക്ക് തീ കൊടുത്ത് കത്തിച്ച് ചാമ്പലാക്കും. മനസ്സിലായി? ഓടി മുമ്പിന്ന്.
അതെ, ഒരു പ്രായം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യത്തിന് ഇരിക്കാതെ ചത്ത് പണ്ടരടങ്ങിക്കോണം. ഓരോന്ന് ചാവാറായി എന്നിട്ടും കിടക്കുക. ഒരു കോളുണ്ടല്ലോ. എന്നാ പാപ്പച്ച? ചാച്ചൻ മരിച്ചു. എപ്പോ? ഇപ്പം നീ അറിഞ്ഞില്ല? ഇല്ല, കഴിഞ്ഞ ദിവസം ചാച്ചനെ കണ്ടിരുന്നു. ഉടനെ ഉണ്ടാവുന്നു പറഞ്ഞു. നീ വേഗം പള്ളിയിലോട് ചെല്ലും. പുര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെൺപിള്ളേർ, അവരെ കെട്ടിച്ചു വിടണം. ഇളയത്തെങ്ങളുടെ പഠിപ്പ് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ വേഗം പള്ളിയിലോട് ചെല്ലും. അങ്ങനെ ചാച്ചന്റെ കാര്യം തീർപ്പായി. എന്തേ? ഒന്നുമില്ല. അപ്പച്ചാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഞാൻ അപ്പനോട് നിഴലായി നടക്കുന്നത് എന്നാത്തിനാന്ന് അറിയാവോ അപ്പന്? എന്നാത്തിനാ? അപ്പച്ചന്റെ മുത്തായതുകൊണ്ട്. അതൊക്കെ ശരി തന്നെ. ഇപ്പോ അതല്ല കാര്യം. പിന്നെ ഓർത്തു നോക്ക്, അപ്പനീ കിട്ടണ കാശിനെ കള്ളു കുടിച്ചിട്ടാ ഓർമ്മ നിക്കാത്തത്. അപ്പനിത് നിർത്താതെ കഴിക്കണോണ്ടാ തട്ടി തട്ടി ഇങ്ങനെയെങ്കിലും പോണേ. അല്ലെങ്കിൽ അപ്പന്റെ വട്ടം പണ്ടേ പോയേനെ. അതെല്ലാം എനിക്ക് മനസ്സിലാവും. എന്നാലും അപ്പന് ഇമ്മിണി ഓർമ്മക്കുറവ് ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. ശരിയായിരിക്കും. അപ്പനത് കൊച്ചുപ്രായൊന്നുമല്ലല്ലോ. മുത്തു പറയും. പറയട്ടെ. പറ. വെള്ളിക്കൊലുസ്. അത്രയല്ലേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചൻ വെള്ളിക്കൊലുസ് മുത്തിന്റെ കാലിൽ കെട്ടിത്തരും. ഇക്കാര്യത്തിൽ എനിക്ക് അപ്പച്ചന് തീരെ വിശ്വാസമില്ല. ചിരിക്കണ്ട ചിരിക്കണ്ട അപ്പച്ചാ. ഞാൻ ഈ കുഴിയിലാവുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു വെള്ളിക്കൊലുസ് ഇട്ടാനുള്ള യോഗം ഉണ്ടാവോ? അങ്ങനെയൊന്നും പറയല്ലേ മുത്തേ. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ അപ്പച്ചാ. ഇങ്ങനാണോ തമാശ പറയണത്? സോറി അപ്പച്ചാ. എടാ പൊട്ട, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. നീ വിചാരിക്കുന്ന അപ്പുറം. ആലിസേ, എന്റെ മനസ്സ് മുഴുവൻ നീയാ. ബെന്നി, കൈ എടുക്കടാ. ഇഷ്ടാന്ന് വെച്ച് ഇതൊന്നും വേണ്ട കേട്ടോ. നീ എന്റേതല്ലേ, എന്റേത് മാത്രം. നിന്നോടുള്ള എന്റെ പ്രണയം അനശ്വരമാണ്. യു, സമയത്തിരിയായി. ഞാൻ പോണേ. നിക്കുന്നേ, എനിക്ക് പോണം. ഞാൻ പോണേ. ആലിസേ നിക്കുന്നേ. പോടാ, ഞാൻ പോണു. നിക്കുന്നേ, പയ്യെ പോവാ. പോടാ. നിന്റെ പ്രായത്തിന്റെ തിളപ്പുണ്ടാ നീ ഇതൊക്കെ പറയുന്നു. ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിനക്ക് തന്നെ കുറ്റബോധം തോന്നും, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. നീ എന്നെക്കാൾ കാര്യപ്രാപ്തിയും കാര്യവിചാരമുള്ള പെണ്ണാണല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക, ഇതൊക്കെ ജീവിതം കൊണ്ടെന്ന് പഠിച്ചവർക്കേ കഴിയൂ. അല്ല, ജോസൂട്ടി എന്തേ? അതെ, ആലീസ് ഇന്ന് വീട്ടിലുണ്ട്. കുഞ്ഞിനെ തൽക്കാലം അവള് നോക്കിക്കോളൂ. നന്നായി. അല്ല, നിനക്കെന്തോ എന്നോട് കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് എന്താടാ? ഒരു ചെറിയ വിഷയമുണ്ട്. പറയടാ. അതെ, ആലീസിന്റെ പോകത്ര ശരിയല്ല. ആ ലോനപ്പന്റെ മകനായിട്ട് അല്പം ചുറ്റിക്കളിയുണ്ട്. അയ്യോ, നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യ, ഞാൻ ഇതൊക്കെ നേരിൽ കാണുന്നതാ. പക്ഷേ ഞാനാ പറഞ്ഞേക്കല്ലേ. അമ്മച്ചി, മിക്കവാറും ചേച്ചിയുടെ സെട്ട് നിലയ്ക്ക് പൊട്ടും. എന്നാടി? ഏയ് ഒന്നുമില്ല. അമ്മച്ചി, വിശക്കണു. തിരക്കൂട്ടണ്ട, അമ്മച്ചി ഇപ്പൊ തരും, മേടിച്ചോ. ചേച്ചി നടത്തുന്ന പോലെ എങ്ങനെ തൂക്ക് പറഞ്ഞിട്ട്
പൊട്ടിച്ച് കളയും ഞാൻ. കേറി പോടി അകത്ത്. ചേച്ചി വേദനിക്കുന്നുണ്ടോ? ഈ ലൗസ് ഒന്നും വേണ്ട ചേച്ചി. പോ പോ പോ. മറ്റേ എന്റെ മോളുടെ മേലെ നിന്റെ ദൃഷ്ടി വച്ച ബിന്നി 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 എഴുന്നേക്കടാ ബിന്നി. എവിടേക്കാടി? കമ്പ്യൂട്ടർ പഠിക്കാൻ. പഠിച്ചത്രയും പഠിപ്പ് മതി. അപ്പച്ച എനിക്ക് പോണം, പോയേ പറ്റൂ. ആ ഇനി നീ എങ്ങും പോണ്ട, കേറി പോടിയത്ത്. ആലീസേ മോളെ, എല്ലാം നിന്റെ നന്മയ്ക്ക് ഈ അമ്മച്ചി പറയണത്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, എന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടണമെങ്കിൽ അത് ബെന്നി മാത്രമായിരിക്കും. അതല്ല മറിച്ചാണെങ്കിൽ ഒരു കുഴിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന അപ്പച്ചനോട് പറഞ്ഞേരെ എനിക്ക് വേണ്ടി ഒരു കുഴി കുഴിച്ചോളാൻ. മോളെ, മാതാവേ, ഞങ്ങളുടെ ഈ ഭവനത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണമേ. അപ്പച്ചനെയും അമ്മച്ചിയെയും ഇച്ചേച്ചിയും ഞങ്ങളുടെ കുഞ്ഞുവാവയെ ജോസൂട്ടിയും എന്നെയും കാത്തോളണമേ. ആമേൻ. അപ്പച്ച, മേരി, ഒന്ന് നിന്നേ. ഓരോ ദിവസം ചെല്ലുന്തോറും നിന്റെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണല്ലോടി. എന്റെ ഒത്തിരി കാലത്തെ മോഹമാണ്. ഒന്ന് സഹകരിച്ചൂടെ മേരി? ഏയ്, ഒറ്റ വെച്ച ആളെ കൂടണ്ട. എന്ത് വേണമെന്ന് സഹിക്കാൻ തയ്യാറായ കാര്യം ഒന്ന് നടന്നു കിട്ടിയാൽ മതി. എന്റെ ഒരു ആഗ്രഹമില്ലേ? ഓ, എന്നാലും സഹകരിച്ചൂടെ? ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്റെ കെട്ടിയോനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ കുത്തി കീറി കൊടലെടുക്കൂടാ.
കാണിച്ച് തരാ ഞാൻ. മോരി മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും ചോർച്ചിരിക്കുന്നോടാ ഒന്നാക്കടാ. ഞാനാടാ ഇട്ടിച്ചൻ. എന്നതാടാ ഇട്ടിച്ച എന്നാ ഈ രാത്രിയില്? അതേടാ നിന്നെ ഒന്ന് സ്വസ്ഥമായി കാണാൻ. കണ്ടല്ലോ, അപ്പൊ വിട്ടോ. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാ മോരി. ഈ വെള്ളാരം കുന്നിൽ നീ അല്ലെങ്കിൽ ഞാൻ. അല്ലേടാ മക്കളെ? മേരിയെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ചതിച്ചു. തുമ്മി ആരോ പോയി. ശരി, പറയൂ. പല പ്രാവശ്യം ഞാൻ എടുത്ത് പറഞ്ഞതാ അതിർത്തി വെച്ച് വേലി കെട്ടാവുള്ളൂ. കേൾക്കണ്ടേ? ഓരോ തവണ വേലി കെട്ടുമ്പോഴും കുറേശ്ശെ കയറ്റിക്കൊണ്ടിരിക്കും. പോട്ടെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ രക്തത്തിളപ്പുള്ള പിള്ളേർ വിടുവോ? സഹികെട്ട് എന്റെ ഈ മോൻ കരിക്കൂട്ടാൻ വെച്ചിരുന്ന വാക്കത്തിയെടുത്ത് രാഘവനിട്ട് ഒറ്റച്ചാമ്പു. എന്നിട്ട് അയാൾ ചാകറായി കിടപ്പുണ്ട്. നീ കൊള്ളാവല്ലോടെ ചേർക്കാം. സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടതിന് പകരം കുത്തി കൊല്ലാൻ ശ്രമിക്കുക. ഈ നിമിഷം നിന്നെ പിടിച്ചകത്താക്കിയേ വേണ്ടത്. പിന്നെ നീ പുറലോകം കാണരുത്. ഹലോ, വക്കീലോ പാതിരിയോ? വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ എന്നെ തട്ടിക്കളെ. വേറെ വക്കീലെ നോക്കാം. ഇങ്ങനെയുണ്ട് കുരിപ്പുകള്. മേരി, തക്ക സമയത്ത് പാപ്പച്ചൻ അവിടെ എത്തിയോണ്ട് തൊമ്മി രക്ഷപ്പെട്ടു. വന്നേ അപ്പച്ചന് ഒത്തിരി വേദനിച്ചല്ലേ? ഞാനങ്ങ് പേടിച്ചു പോയി അപ്പച്ച. കരയില്ല ആനക്കുട്ടി. മക്കളുടെ വെള്ളിക്കുലസ് അപ്പന്റെ കയ്യിൽ നിന്ന് പോയി ഉടനെ അപ്പനത് മേടിച്ചു തരാം. വെള്ളിക്കൊലുസല്ല, എനിക്ക് എന്റെ അപ്പനെ മാത്രം മതി. എന്താ ഇത്? എല്ലാവരും കൂടി ഇയാൾക്ക് ബി പി കൂട്ടുകയാണോ?
നിങ്ങളോട് കൂടി പറഞ്ഞ പുറത്തേക്ക് വെക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എത്തിയല്ലോ അമ്മ. ആ മക്കളെ ഒന്ന് മാറിക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുടങ്ങാതെ 1-ാം തീയതി കുട്ടികളെ കണ്ടു പോകുമ്പോൾ അന്നാമ്മ പോയി കഴിഞ്ഞാൽ ഇവരെന്നോട് ചോദിക്കും, ഇനി എന്നാ 1-ാം തീയതി ആവച്ചാ, ഇനി എന്നാ 1-ാം തീയതി ആവച്ചാന്ന്. ഇന്നിപ്പോ ഇവരെന്നോട് പറയണേ, എല്ലാ ദിവസവും 1-ാം തീയതി ആയാ എത്ര നന്നായിരുന്നു അച്ഛാന്ന്. എന്നും അന്നാമ്മച്ചീനെ കാണാലോ. കുട്ടികൾക്ക് അത്ര ഇഷ്ടം അന്നാമ്മച്ചീനെ. കുട്ടികളെ സ്നേഹിക്കുക, കുറേയേറെ സ്നേഹിക്കുക, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. സ്നേഹം ഉള്ളിടത്തേ ഈശ്വരനുള്ളൂ, ഈശ്വരന്റെ സാമീപ്യമുള്ളൂ. ഇവരൊക്കെ എനിക്ക് ജനിക്കാതെ പോയ കുഞ്ഞുങ്ങളാ. ഉമ്മ. ആൻറ്റപ്പച്ചായോ, നാളത്തെ കഴിഞ്ഞ നില ഉഴാൻ ആൾക്കാർ വരും. നാളെ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റണം. ഞാനോ? എന്നതാ മേലായോ? കഷ്ടം തന്നെ. വന്നാട്ടെ. ഇങ്ങനെ ഒരു കുഴിമടിയൻ. മേഴ്സി ഹോം, കരുണയുടെ ഭവനം. മാസത്തിൽ 4 തവണ അനാഥാലയത്തിൽ പോയി അവിടെ കണ്ട അലവലാദികളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയത്. ഒരുതരം ചീപ്പ് ഷൈനിങ്. പലപ്പോഴും ഈ അടുക്കളക്കാരി ത്രേസിയെ കാണുമ്പോഴേ തികട്ടി വരാറുണ്ട്. ഇവള് ഇതുപോലൊരു സ്ഥലത്തുനിന്ന് വന്നാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് അറപ്പാണ്. നിർത്തടാ, നിർത്ത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കല്ലേ. അന്നമ്മോ, വേണ്ട വേണ്ട. നീ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കർത്താവിന്റെ നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. മനസ്സിലായോ? കർത്താവിന്റെ നിശ്ചയം. എന്നൊക്കെ പ്രതീക്ഷിച്ചു വന്ന എല്ലാം പോയി. ഒരു മോണഞ്ഞ പരിപാടിയായി പോയി. ഹലോ, എന്റെ ലില്ലിക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ അമ്മച്ചയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ. ഇന്ന് ടെൻഡർ ഉള്ളതാ. അത് വല്ലതും നിനക്കറിയണോ? നഷ്ടം വരുന്നത് മറ്റാർക്കും അല്ല, എനിക്കാണ്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ജോബി. ഇങ്ങനെ പോയാലേ നിന്നെയും കളഞ്ഞിട്ട് ഞാൻ വല്ല സായിപ്പിനെയും കെട്ടി എന്റെ പാട്ടിനങ്ങ് പോവും. അപ്പോ ഞാനും എന്റെ കൊച്ചിനെ ഞാനങ്ങ് നാട്ടിലേക്ക് അയക്കും. നിങ്ങൾ അവിടെ നിന്നാ മതി. ചിലവിന് മാസം തോറും ഞാനൊരു തുക അയച്ചു തരും. പിന്നെ നിനക്കൊരു പോക്കറ്റ് മണിയും. എന്തേ, പോരെ? എന്താ ലില്ലിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹലോ ഹലോ ലില്ലിക്കുട്ടി, ഹലോ. അമ്മച്ചിയുടെ മരിപ്പും കാത്ത് കുടുംബത്ത് കുത്തിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വക്കീലെ. എൻ്റെ ആയുസ് കഴിഞ്ഞാലും എൻ്റെ അമ്മച്ചി പോകലെന്നാ എനിക്ക് തോന്നുന്നു. ലില്ലിക്കുട്ടിയാണ് ഡെയിലി 10 പ്രാവശ്യം വിളിക്കും. ഞാൻ എന്നാ പറയാനാ വക്കീലേ? ഇതിപ്പോ ചാകുകയില്ല, കട്ടിലൊഴിഞ്ഞ് പോവുകയില്ല എന്ന് പറഞ്ഞ പോലെ ആ അമ്മച്ചിയുടെ കാര്യം. എനിക്ക് ജർമ്മനി പോയിട്ട് പിടിപ്പത് പണിയുള്ളതാ. വക്കീലിന് അറിയാമല്ലോ. അറിയാവിടെ, നന്നായിട്ട് അറിയാം. അവളുടെ അടിപ്പാവാട അലക്കി കൊടുക്കുക, മദ്യപിച്ച് അസമയത്ത് വരുന്ന ഭാര്യയുടെ കാല് തിരുമ്മി കൊടുക്കുക, കൂടാതെ മുറിക്കകത്ത് വാള് വച്ചത് കോരിക്കളയുക. ഇതൊക്കെയാണല്ലോ നിന്റെ പിടിപ്പത് പണി. വക്കീലേ, എന്റെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യരുത്. അതൊക്കെ ഉണ്ടോ? നീ പോടാ. പൂർണ്ണ ആരോഗ്യവതിയായ അമ്മച്ചിക്ക് റീത്ത് വയ്ക്കാൻ കാത്തിരിക്കുന്ന പരനാറി.
അമ്മച്ചിയുടെ പെരുവരിൽ മുദ്രപത്രത്തിൽ ഒപ്പിച്ച് വീട് സ്ഥലവും കൈക്കലാക്കാൻ നോക്കുന്ന കുലദ്രോഹി. എടാ, നിയമം മാറിയൊന്നും നീ അറിയുന്നില്ല. ബലപ്രയോഗം നടത്തി സ്വത്ത് കൈക്കലാക്കിയാലേ ഉടനെ പിടി വീഴും. പിന്നെ നിനക്ക് പെണ്ണും പിള്ളേരുടെ അടിപ്പാവാൻ അഴിക്കകത്ത് കിടന്ന് അലക്കി കൊടുക്കേണ്ടി വരും. അറിയോ? കൂട്ടത്തിലെ ഒപ്പം നിന്ന വക്കീലും അഴിയണ്ണേണ്ടി വരും മോനെ. അതുകൊണ്ട് ഈ വക്കാലത്ത് ഞാനങ്ങൊഴിയ. വക്കീൽ എന്താ എന്നെ ഭയപ്പെടുത്തുക? അല്ല, തന്നെ കൊണ്ടൊരു പുല്ലും നടക്കില്ലെന്ന് എനിക്കറിയാം. ഈ നാട്ടിലെ വേറെ വക്കീലുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ചെല്ല് നല്ലോണം നോക്ക്. പള്ളയെ കൊല്ലാൻ നടക്കുന്ന തലതെറിച്ച സന്തതി. എന്നതാടാ തൊമ്മി, നീ കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, എൻ്റെ മുഖത്തോട്ട് നോക്ക്. മേരിക്കും കുഞ്ഞുങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരാടാ ഉള്ളത്? ആ കുഞ്ഞുങ്ങളെ വളർത്താൻ അവളെ എന്ത് മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? എടാ തൊമ്മി, സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ നീ ശ്രമിക്കരുത്. കുടുംബ ബന്ധം എന്നൊക്കെ പറയുന്നത് സ്ഫടിക ഭരണി പോലെയാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എപ്പോ പൊട്ടിന്ന് ചോദിച്ചാൽ മതി. നീ അവരെ സ്നേഹിക്കുക, ഒത്തിരി സ്നേഹിക്കുക. കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും മോനെ. ഈ മനസ്സ് മുഴുവൻ സ്നേഹമാണ് അച്ചു. പക്ഷെ അത് അവർക്ക് അറിയത്തില്ല. ഞാൻ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ തന്നെ പറ. എടാ, ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ അടച്ചുപൂട്ടി വെക്കാനുള്ളത്. നീ അവർക്ക് കാണിച്ചു കൊടുക്കണം നീ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. മനസ്സിലായോ? ആ, കർത്താവ് തന്നെ അനുഗ്രഹിക്കും. ശരി അച്ചു. എടാ തൊമ്മി, സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ നീ ശ്രമിക്കരുത്. നീ അവരെ സ്നേഹിക്കുക, ഒത്തിരി സ്നേഹിക്കുക. കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും മോനെ. എടാ, ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ അടച്ചുപൂട്ടി വെക്കാനുള്ളത്. നീ അവർക്ക് കാണിച്ചു കൊടുക്കണം നീ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, മാതാവേ കാത്തോളണേ. മാതാവേ, ഇത് വെട്ടി വേവിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്ക്. തൽക്കാലം അവരുടെ വിശപ്പ് മാറട്ടെ. ആലീസ് എവിടെ? അവൾ അകത്തുണ്ട്. മോളെ, കണ്ണുകൂടി ഒഴികെ അപ്പൻ എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടെന്ന് ആരെങ്കിലും പറയണത് മോള് കേട്ടിട്ടില്ല, കേൾക്കാൻ വഴിയില്ല. പക്ഷെങ്കിൽ അപ്പന്റെ മോള് മോശക്കാരിയെന്ന് ആരെങ്കിലും പറഞ്ഞേക്കുന്നത് ഈ അപ്പന് സഹിക്കേല. മക്കൾക്ക് ഈ അപ്പൻ പറയണത് മനസ്സിലാവണുണ്ട? ഞാൻ കാരണം നിന്റെ പഠിപ്പ് മുടക്കണ്ട. പഠിച്ച് നീ ഒരു ഡോക്ടർ ആവണം. അപ്പന്റെ ആഗ്രഹം. അതിന് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കണം അപ്പച്ച. പിന്നെ എങ്ങനെ? അത് പഠിച്ച ഡോക്ടർ ആവാൻ പറ്റൂലേ? പറ്റില്ല അപ്പച്ച. എന്റെ മാതാവേ, ഈ അപ്പന് കുഴുവെട്ടല്ലാതെ വേറൊന്നും തലേ കയറിയല്ല. എനിക്ക് പഠിപ്പൊന്നുമില്ല, പക്ഷെ എൻ്റെ മകള് പഠിക്കാൻ പോകണം. നാളെ മുതൽ അപ്പൻ്റെ മോള് പഠിക്കാൻ പോകാൻ നോക്ക്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനി മക്കളുടെ ഇഷ്ടം. എടോ, എനിക്കിത് തീർത്തിട്ട് വേണം തിരിച്ചു പോവാന്. എടോ, താൻ പറയുമ്പോ തനിക്ക് പൈസ തരുന്നതല്ലേ. തൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലേറ്റ് ആക്കിയിട്ടുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ആ, മേരി, എന്താ തൊമ്മിച്ച? കുടുംബത്തിന് വേണ്ടി എൻ്റെ മേരി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? എനിക്ക് പരാതിയില്ലല്ലോ തൊമ്മിച്ച. മേരി, ഇത് കൊണ്ടേക്കോളൂ. ഒരു കുഴിയെടുപ്പിന് അല്പം പണം കിട്ടിയതാ.
ഇത്രയും കാലം ചെയ്തതും കാണിച്ചു കൂട്ടിയതും കർത്താവിന് നിരക്കാത്തതായിരുന്നു. പോട്ടെ. അതെ, നേരത്തെ വരൂല്ലോ അല്ലേ? നമസ്കാരം. 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 ഇരിക്കെ, കേറി. ഇങ്ങോട്ടിരിക്കെ. വക്കച്ചൻ ഇങ്ങോട്ടിരിക്കെ. നീ അങ്ങോട്ട് കയറിക്കടാ. അയ്യോ, അല്ല പെണ്ണ് കാണാൻ ചെക്കൻ വന്നില്ലേ? നല്ല ചോദ്യം. ചെക്കനല്ലേ ഇരിക്കുന്നേ? മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഒന്ന് എണീക്കടാ. ആവശ്യമൊന്നുമില്ല, മോൻ അവിടെ ഇരുന്നു. നമസ്കാരം. എന്നതാ ചെക്കന്റെ പേര്? വക്കച്ചൻ. ഓ, നല്ല പേര്. വീട്ടിലാരൊക്കെയുണ്ട്? അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ മരിച്ചു. അല്ല, പെണ്ണിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആനക്കുട്ടി, ഒന്ന് പോയി ആലീസിനെ വിളിച്ചോണ്ടോ. ഇപ്പൊ വരും കേട്ടോ. പള്ളിപ്പെരുന്നാൾ വന്നാലേ രണ്ടുപേട്ട കപ്പലണ്ടി ഇവൻ കച്ചവടാക്കും. മിടുക്കനാവൻ. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. വന്നല്ലോ ആലിസ മോളെ, ഇതാണ് നമ്മുടെ ചെക്കൻ വക്കച്ചൻ. മിടുക്കനാ, അമ്മിണിക്കുട്ടൻ. മോളെ, ചെക്കന് ഇഷ്ടായ? ദേ, ചെക്കന് പെണ്ണിനെ പിടിച്ച സ്ഥിതിക്ക് അടുത്തൊരു നല്ല ദിവസം നോക്കി മനസ്സമ്മതം നടത്തിയാലോ തമ്മിച്ച? അതിലെനിക്ക് സന്തോഷമുള്ള. അതാണ്. എന്നാ പിന്നെ മുന്നേറ്റ് ഉടനെ നടത്താം. എന്നാ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ വീണ്ടും കാണാം. വലിയ സന്തോഷം. ആയിക്കോട്ടെ. മാതാവേ കാത്തോളേ. കഴിക്ക്. കർത്താവായിട്ട് കണ്ണി തന്നൊരു ബന്ധമാണത്. എനിക്കെത്രേ പറയാനുള്ളൂ. ആ വക്കച്ചൻ എന്നാ കുറവ്? കാണാൻ അതിസുന്ദരൻ, എന്നാ ഒരു വിനയം. നിന്റെ അപ്പച്ചനാണേൽ അവനെ വല്ലാതെ ബോധിച്ചു. ഹോ, നടന്നു കിട്ടിയാൽ നിന്റെ ഭാഗ്യം മോളെ. മേരി, ഓ, മനസ്സമ്മതം തിങ്കളാഴ്ച തന്നെ നടത്തണമെന്നാ ചെക്കൻ്റെ വീട്ടുകാർ പറയണത്. അല്ലാന്ന് വെച്ചാ അവൻ വേറെ പെണ്ണിനെ കിട്ടും. എന്നിട്ട് ഇച്ചേൻ എന്നാ പറഞ്ഞു? ഞാനൊന്നും വേണ്ടിയില്ല. തിങ്കളാഴ്ച തന്നെ മനസ്സമ്മതം നടത്താന്ന് ഇച്ചേൻ അവരെ അറിയിക്കേ. നമ്മുടെ കുടിയിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ 4 ആളെ കൂട്ടണ്ടേ മേരി? ഉടനെ എന്ന് പറയുമ്പോൾ ഈ തൊമ്മിച്ചനൊരെത്തും പിടിയും കിട്ടുന്നില്ല. കർത്താവ് നമുക്ക് അതിനുള്ള വഴി കാണിച്ചു തരാതിരിക്കില്ല. തൊമ്മിച്ച് സമാധാനമായിട്ടിരിക്കേ. അമ്മച്ചി, 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 അമ്മച്ചി. ആരാടി നിന്റെ അമ്മച്ചി? നിലത്ത് വെക്കാതെ വളർത്തിയതാ എന്റെ കൊച്ചിനെ. അവനെ കണ്ട മൂരിയുടെയും പോത്തിന്റെയും മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയൊന്നും പറയല്ലേ അമ്മച്ചി. ഒന്നും എന്റെ അറിവോടെ ആയിരുന്നില്ല. എന്റെ അപ്പൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ നിന്റെ ക്ഷമാപണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും തരം താണ കുടുംബത്തിൽ നിന്ന് നിന്നെ പോലെ വൃത്തികെട്ട ഒരു പെണ്ണിനെ എന്റെ മോനെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്ന് ബെന്നിയെ കാണണം അമ്മച്ചി. എന്തിനു ബെന്നിയെ കാണണേ? എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് എന്റെ അമ്മച്ചി നിന്നോട് പറഞ്ഞത്. മോനെ, 10 100 ഉണ്ടെങ്കിൽ ഇങ്ങടുത്തെ കൊടുത്തുവിടും. ഇവന്റെ കൂടെ കുറച്ചു ദിവസം ചുറ്റി നടന്നതല്ലേ? അവന്റെ ഭാഗത്തു നിന്ന് വല്ല പാകപ്പിഴയും വന്നിട്ടുണ്ടെങ്കിലേ തൽക്കാലം ഇരു ചെവി അറിയാതെ അതങ്ങ് കഴുകി കളഞ്ഞേരെ. എന്നാ കൊണ്ടുപോ. വാടാ മോനെ, ഓരോന്ന് കാശുണ്ടാക്കാൻ നടക്കണു.
ചീത്തയല്ല, ഈ ആലീസ് ചീത്തയായിട്ടില്ല. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതാ എന്റെ അമ്മച്ചി നിന്നോട് പറഞ്ഞത്. അവന്റെ ഭാഗത്തു നിന്ന് വല്ല പാകപ്പിഴയും വന്നിട്ടുണ്ടെങ്കിലേ തൽക്കാലം ഇരി ചെവി അറിയാതെ അതങ്ങ് കഴുകി കളഞ്ഞേരെ. എടാ ജോബി, നിന്റെ അമ്മച്ചിയെ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ അനുവദിക്കും. ന്യായമായ കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത്. എവിടുത്തെ ന്യായമാടാ? നിന്റെ അപ്പൻ മാത്തച്ഛൻ്റെ സ്വത്തുക്കൾ ഓരോന്നോരോന്നായി കൈവശപ്പെടുത്തി അയാളെ അവസാനിപ്പിച്ചു. ഇപ്പം നീ വളഞ്ഞ വഴിയില്ല. എടാ മോനെ, നീ എത്ര ശ്രമിച്ചാലും അന്നാമ്മച്ചടത്തിയുടെ 1 ഇഞ്ച് ഭൂമി പോലും നിനക്ക് കിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് സാമ്രാജ്യം, പേര്, പ്രശസ്തി, സ്റ്റാറ്റസ്, ഒലക്കയുടെ മൂഡ്. എടാ, നിനക്ക് ജന്മം നൽകി ഇത്ര വലുതാക്കിയ അവർക്കൊരു സ്ഥാനവും ഇല്ലെന്നോ? കഷ്ടം. കർത്താവേ, അമ്മ ചത്ത് കട്ടിലൊഴിയാൻ നിൽക്കുന്ന ഇത്തരം മക്കളെ നേർവഴിക്ക് നയിക്കേണേ. അച്ഛന്റെ ഈ വേദാന്തം കേട്ട് മടുത്തു. എടാ, ഒരു വൈദികന് വേദോപദേശമല്ലാതെ മറ്റെന്താടാ കൈമുതലായുള്ളത്? അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാ ചെയ്യാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ. നീ പോയി ചെയ്യേ. എന്റെ അമ്മച്ചിയെ മുടി എന്തോരാ പൊഴിയണേ നോക്കിയേ. പൊഴിയാതിരുന്നിട്ട് എന്ത് കാര്യാടി മോളെ? മേലോട്ടെടുക്കുമ്പോ പറയുവോ, അന്നാമ്മേ നിന്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് സ്വർഗരാജ്യം നിനക്കുള്ളതല്ല, അങ്ങനെ വല്ലതും ഉണ്ടോടി ത്രേസ്യേ? ഒന്ന് പോവാ അമ്മച്ചി. എടി, ഒരു കാലത്തെ പനങ്കുല പോലെ ആയിരുന്നു എന്റെ മുടി. ദാ ഇത്രടം, അറിയോ? ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളി വിട്ടു വന്നു കഴിഞ്ഞാൽ 4 ഇട്ട് കാച്ചിയ എണ്ണ തേച്ചൊരു നീരാട്ട്. മാമച്ചൻ അതൊരു നിർബന്ധമായിരുന്നു. എന്തിച്ചയനെ അതിന്റെ ഗന്ധം ഇച്ചായന് ഹരമായിരുന്നു. 4 എണ്ണം വീശി കിഴക്കൻ പുകയിലേയും കൂട്ടി മുറുക്കി എന്റെ അന്തപുരത്തിലേക്കുള്ള വരവ് അരങ്ങ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു കാലം. ഹിന്ദുസ്ഥാനി സംഗീതം ഹരമായിരുന്നു എന്റെ മാമച്ചന്. എന്നെ സംഗീതവും നൃത്തവും ഞാൻ അഴിച്ചു വെച്ചതായി ചിലങ്കകൾ. പിന്നെ ഇത് ശബ്ദിച്ചിട്ടില്ല. അമ്മച്ചിക്ക് ഈ ചിലങ്കുകൾ ഒരിക്കൽ കൂടി കെട്ടി ആടിക്കൂടെ? ഈ ത്രേസിക്കൊന്ന് കാണാനാ. ഇനി എനിക്കതിന് കഴിയില്ല മോളെ. അമ്മച്ചി പറയാറില്ലേ ത്രേസി എന്റെ മകളാണെന്ന്? ഈ മകൾ അമ്മച്ചിയുടെ യാചികയാണെന്ന് കരുതിയാ മതി. ചെയ്യാം, എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ഈശോ മറിയം യോസേപ്പേ, ഈ ദാസിയുടെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അങ്ങയുടെ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ ഇവൾക്കായി തുറക്കണമേ. ഇവൾ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടറിവ് കൂടാതെയും ഇവൾ ചെയ്ത പാപങ്ങൾ പുറക്കണമേ. അങ്ങേ മാലാഖമാരുടെ ഗണത്തിൽ ഇവളെയും ഒരു കുഴിക്ക് വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അന്നമ്മച്ചിക്ക് വേണ്ടി ഒരു കുഴി എന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല ജോബി. എനിക്ക് വിഷമില്ലെന്നാണോ? അമ്മച്ചിയുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. തുമ്മിച്ച, അമ്മച്ചിക്കുള്ള കുഴി നീ എത്രയും പെട്ടെന്ന് ഒരുക്കണം. അമ്മച്ചി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വാസം വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ആ വെന്റിലേറ്റർ എടുത്ത് മാറ്റും. പിന്നെ അമ്മച്ചിയുടെ അത് വെറും ശവശരീരം മാത്രം. രാവിലെ തന്നെ അന്ത്യോർമ്മകൾ തുടങ്ങാം. വൈകുന്നേരത്തെ വിമാനത്തിൽ എനിക്ക് ജർമ്മനിക്ക് പോകേണ്ടതാ. നിനക്ക് വേണ്ടുവോളം പണം ഈ ജോബി തരൂടാ. ഇതിരിക്കട്ടെ, ഇതൊത്തിരി ഉണ്ടല്ലോടാ. എൻ്റെ ഒരു സന്തോഷത്തിനാന്ന് കൂട്ടിയാൽ മതി. എത്രയും വേഗം കുഴിവെട്ട് തുടങ്ങി. നീ ചെല്ല്.
കാത്തു കാത്തിരുന്ന് കൊച്ചിന് വെള്ളിക്കൊലുസ് കിട്ടാനുള്ള യോഗം വന്നു. നാളെ ഇതും കിട്ടി സ്കൂളിലൊന്ന് വരസണം. ആയിക്കോട്ടെ. മോളിങ് വാ, അപ്പം കെട്ടിത്തരാം. സന്തോഷമായി അപ്പച്ച, എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി ഒരിക്കലും കാലി നയിക്കേയില്ല. വേണ്ട, മക്കളുടെ കാര്യം ഇന്ന് ദഹിക്കേ വേണ്ട. സന്തോഷായല്ലോ മുത്തിന്. അപ്പനത് മതി. ഞാൻ ഈ വെള്ളിക്കൊലിച്ച് ഇച്ചേച്ചി ഒന്ന് കാണിക്കട്ടെ. ഇച്ചേച്ചിക്ക് കുശുമ്പാവും. ആ റാന്തലും കൂടി എടുത്തോണേ. അതെന്നാത്തിനാ? അന്നമ്മച്ചി കഴിഞ്ഞ മട്ട അയ്യോ, കുഴിവിട്ടുടനെ തുടങ്ങണം. എന്റെ മാതാവേ, നാളത്തെ കഴിഞ്ഞ കൊച്ചിന്റെ മനസ്സമ്മത ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തൊമ്മിച്ച. ദാ ഇത് വെച്ചോളൂ, ജോബി തന്നതാ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. കർത്താവേ. അമ്മച്ചി എങ്ങനെയുണ്ട്? അപ്പച്ച പോവാ. ജോസൂട്ടി, ഞാൻ പോവാണേ. സൂക്ഷിച്ചു പോണേ. ഇന്നത്തെ നിലാവിനെ ഒത്തിരി ഭംഗിയുണ്ട് അല്ലേ അപ്പച്ച? അതെ, എന്നാലും എന്റെ മുത്തിന്റെ ചിരിയോളം വരില്ല. വെള്ളിക്കുലുസ് കിട്ടിയപ്പം മുത്തിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ഞാനൊന്ന് കാണട്ടെ. ഇനി നിന്റെ ഇച്ചേച്ചിക്ക് കൂടി ഒന്ന് മേടിച്ചു കൊടുക്കണം. ജോസൂട്ടിക്ക് ഒരു കടുക്കനം. എന്തേ? നിന്നോടുള്ള എൻ്റെ പ്രണയം അനശ്വരമാണ്. എൻ്റെ അമ്മച്ചിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കും. എപ്പോഴാ പെണ്ണ് വെച്ച് വരേണ്ടെന്ന കാര്യം പറഞ്ഞാൽ മതി. എന്നാ കൊണ്ടുപോ. തൽക്കാലം ഇരി ചെവി അറിയാതെ അതങ്ങ് കഴി കളഞ്ഞേരെ. ഓരോന്ന് കാശുണ്ടാക്കാൻ നടക്കണം. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. ഭൂമിയിളകി പാറകൾ പിളർന്നു. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ടു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനാണെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥനയിൽ അമ്മച്ചി എഴുന്നേപ്പിക്കാൻ നോക്കല്ലേ. അവര് സ്വസ്ഥമായിട്ടൊന്ന് മരിച്ചോട്ടെ. എന്താടാ എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്. അത് പൂർത്തിയാവുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. നീ എന്ത് കണ്ടിട്ടാണ് നകളിക്കുന്ന കട്ടിക്കഴിവരുടെ മോനെ? സൂക്ഷിച്ച് സംസാരിക്കണം. ഓപ്പൺ ചെയ്യലടാ പുല്ലേ. അവിടെ കിടക്കുന്ന അന്നാമാരാന്നറിയാമോ? നിന്റെ ഫോസ്റ്റർ വളർത്തമ്മ. അതെ, റെയിൽവേ ട്രാക്കിൽ ആരോ ഉപേക്ഷിച്ചു പോയൊരു ചോരക്കുഞ്ഞിനെ തെരുവ് നായ്ക്കൾ കടിച്ചു കയറി മുമ്പ് എന്റെ കൈ കിട്ടി. എന്റെ അനാഥാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം ഈ ഉള്ളം കയ്യിലിട്ട് നിന്നെ വളർത്തി. കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഉറപ്പായപ്പോ അന്നാമ്മ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ എന്നെ സമീപിച്ചു. ആ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളാണ് നീയും നീ വേലക്കാരി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ത്രേസ്യാമ്മയും. അവർ നിങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തി. ആൺകുട്ടിയായ നിന്നെ അമിത ലാളന കൊടുത്ത് വഷളാക്കി.
വലുതായപ്പോ നിന്റെ തല തിരിഞ്ഞു പോയി. അവരോടുള്ള നിന്റെ സമീപനത്തിൽ മനംനൊന്ത് പലപ്പോഴും നീ ആരാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചതാ. അപ്പോഴൊക്കെ ആ സ്ത്രീ അതിന് തടസ്സം നിന്നു. അത്ര വലിയ മനസ്സാണ് അവരുടേത്. നീ അവരോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് അവരുടെ കാക്ക വീണ് മാപ്പ് ചോദിക്കടാ. പോയി മാപ്പ് ചോദിക്കടാ കുർത്തം കെട്ടവനെ. എല്ലാം ഞാൻ കേട്ടു ചോദിച്ച. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? നിന്നെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു. എന്നാ ചോദിച്ച? എല്ലാം എന്റെ അറിയില്ലായ്മ കൊണ്ട് ഈ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. മാപ്പ്. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ മനസ്സ് തുറന്ന് അമ്മച്ചിനൊന്ന് വിളിച്ചോട്ടെ. അമ്മച്ചി, അമ്മച്ചി ക്ഷമിക്കുന്നു. ഞാൻ ചെയ്ത എല്ലാം തെറ്റ്. അമ്മച്ചി എന്നോട് പൊറുക്കണം. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസ മുങ്ങിക്കഴിഞ്ഞു. അപ്പച്ചാ, എന്താ മോളെ? നമ്മുടെ ആലീസ് പാവമല്ലേ? ഇച്ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത കെട്ട് നമുക്ക് വേണ്ടപ്പച്ചാ. ഞാനും മനസ്സിൽ ഉറപ്പിച്ച കാര്യമുട്ടേ. നേരൊന്ന് വിളിക്കട്ടെ. കാഞ്ഞിരപ്പള്ളിക്കാരോട് മനസ്സമ്മതത്തിന് വരണ്ടാന്ന് ഞാൻ പറയും. സത്യമാണോ അപ്പച്ചാ? അതേന്ന്. ഇച്ചേച്ചിയുടെ കണ്ണീര് കാണാൻ കഴിയുന്നില്ല അപ്പച്ചാ. വേണ്ടെന്നേ. കുഴിയെടുപ്പ് കഴിയാറായോ അപ്പച്ചാ? അതാ ഇപ്പൊ കഴിയും. ഇന്നെന്തോ ഞാൻ ഇറങ്ങിയപ്പോ ജോസൂട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ആണോ? എന്നെ കാണാതെ ജോസൂട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെ ആന്നേ. ഒത്തിരി നേരമായി അപ്പച്ചാ, എനിക്ക് വീട്ടിൽ പോണം. നിക്കുമത്തേ, കുഴിവിട്ട് കഴിഞ്ഞുന്നേ. എനിക്ക് പോണോ അപ്പച്ചാ? എന്നാ മോള് പോയിക്കോ. മോള് റാന്തിലെടുത്തോ. ഞാൻ പോണേ. സൂക്ഷിച്ചു പോണേ. ആലിസേ, ആലിസേ. ആലിസേ, ആലിസേ. കഴിഞ്ഞിരിക്കുന്നു, കൊണ്ടുപോയിക്കോളൂ.
മണ്ണിലേക്ക് തന്നെ തിരികെ അപ്പച്ചാ എന്റെ വെള്ളിക്കൊലുസ്. നിനക്ക് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗ ഇല്ലെന്നങ്ങ് വിചാരിച്ചാ മതി. അപ്പച്ചാ ഞാൻ ഈ കുഴിയിലാവുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു വെള്ളിക്കൊലുസ് കിട്ടാനുള്ള യോഗം ഉണ്ടാവോ? സന്തോഷമായി അപ്പച്ചാ, എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി ഒരിക്കലും കാര്യം നയിക്കേയില്ല. വേണ്ട, മക്കളെ കാര്യം നയിക്കേ വേണ്ട. കാത്തു കാത്തിരുന്ന് കൊച്ചിന് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗം വന്നു. എടാ തോമിച്ചാ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ തിരക്കി. വന്നേ, ഒന്ന് പെട്ടെന്ന് വാ, ഒരു കുഴിയെടുക്കാനുണ്ട്. നമ്മുടെ ജോസഫിന്റെ അപ്പം മരിച്ചെന്നേ. വന്നേ. മരണമില്ലാത്തൊരു നാളിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വേർപാടിന്റെ ദുഃഖം ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഈ കൈ കൊണ്ടൊരു കുഴി കുത്താൻ എന്നെ കൊണ്ടാവില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം. നീ വാടാ. അപ്പനീ കിട്ടണ കാശിനെ കള്ളു കുടിച്ചിട്ടാ ഓർമ്മ നിൽക്കാത്തത്. അപ്പച്ചാ, അപ്പച്ചൻ പറയുന്ന ആരെ കെട്ടാനും ഈ ആലീസ് തയ്യാറാ. ഓ ശരി ശരി. ആ ആ എന്തായി തൊമ്മി, ജോലി ഇത് കഴിഞ്ഞോ? കഴിഞ്ഞു മുതലാളി. ആ ദാ നിന്റെ 2 ആഴ്ചത്തെ കൂലി. ഞാനെന്നാ പോയിക്കോട്ടെ. ഓ ശരി. മോളുടെ കല്യാണത്തിന് വരണം കേട്ടോ. ഓ ഓ കാണാനുണ്ടോ? രാഘവൻ പറഞ്ഞറിഞ്ഞു നിന്റെ മകളുടെ മിന്നുകെട്ടിന്റെ കാര്യം. അതെ, ഈ വരുന്ന ഞായറാഴ്ച മുട്ടത്തെ കൊച്ചുപള്ളിയിൽ വെച്ച് മിന്നുകെട്ടും. ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. സാധുക്കളെ വീട്ടിലത്തെ കല്യാണ ചടങ്ങല്ലേ. കല്യാണക്കുറി രാവിലെ ഇക്കടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ നല്ല മനസ്സിന് നന്മയേ ഉണ്ടാവുള്ളൂ കുട്ടി. എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും. ആയിക്കോട്ടെ. നന്നായി വരും. ചെല്ല്.
എന്നതടി ത്രേസ്യേ? അമ്മച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് സ്ഥിരതാമസത്തിനല്ലല്ലോ ത്രേസ്യേ. ജോബിമോന്റെ ആഗ്രഹമല്ലേ കുറച്ചു കാലം ഞാൻ അവന്റെ കൂടെ നിക്കണോന്ന്. അമ്മച്ചി ആരോഗ്യം നോക്കണം, മരുന്നുകൾ കൃത്യമായി കഴിക്കണം. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ വിമാനം അതിന്റെ പാട്ടിലങ്ങ്. ദാ തുടങ്ങി അവന്റെ തിരക്ക്. മോളെ പോട്ടെ. അമ്മച്ചി അമ്മച്ചി മോളെ ആ ത്രേസ്യമ്മ ചേട്ടനും പിള്ളേർ ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ. മേരി നീ ഒന്ന് സമാധാനപ്പെടും. കൊറേ നേരമല്ലേ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. ഓ ശരി ശരി. ആ എന്തായി തൊമ്മി, ലോഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു മോനെ. ആ ദാ നിന്റെ 2 ആഴ്ചത്തെ കൂലി. ഞാനെന്നാ പോയിക്കോട്ടെ. ഓ ശരി. മോളുടെ കല്യാണത്തിന് വരണം കേട്ടോ. ഓ ഓ തൊമ്മിയോ? കാണാനുണ്ടോ? രാഘവൻ പറഞ്ഞറിഞ്ഞു നിന്റെ മകളുടെ മിന്നുകെട്ടിന്റെ കാര്യം. അതെ, ഈ വരുന്ന ഞായറാഴ്ച മുട്ടത്തെ കൊച്ചുപള്ളിയിൽ വെച്ച് മിന്നുകെട്ട്. ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. സാധുക്കളെ വീട്ടിലത്തെ കല്യാണ ചടങ്ങല്ലേക്ക്. കല്യാണക്കുറി രാവിലെ ഇക്കടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ നല്ല മനസ്സിന് നന്മയേ ഉണ്ടാവുള്ളൂ കുട്ടി. എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും. ആയിക്കോട്ടെ. നന്നായി വരും. ചെല്ല്. എന്നതടി ത്രേസ്യേ? അമ്മച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് സ്ഥിരതാമസത്തിനല്ലല്ലോ ത്രേസ്യേ. ജോബിമോന്റെ ആഗ്രഹമല്ലേ കുറച്ചു കാലം ഞാൻ അവന്റെ കൂടെ നിക്കണോന്ന്. അമ്മച്ചി ആരോഗ്യം നോക്കണം, മരുന്നുകൾ കൃത്യമായി കഴിക്കണം. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ വിമാനം അതിന്റെ പാട്ടിലങ്ങ്. ദാ തുടങ്ങി അവന്റെ തിരക്ക്. മോളെ പോട്ടെ. അമ്മച്ചി അമ്മച്ചി മോളെ ആ ത്രേസ്യമ്മ ചേട്ടനും പിള്ളേർ ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ. മേരി നീ ഒന്ന് സമാധാനപ്പെടും. കൊറേ നേരമല്ലേ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. മോനെ മാതാവേ, അവിടെ വെള്ളം പാപ്പച്ച ആ കവലയിലോട്ട് ആരുടെങ്കിലും ഒന്ന് ചെല്ലാൻ പറയൂ. നോക്കണം. ഒരു സമാധാനമില്ല അവരിങ്ങനെ. അതെ, കെട്ടിനുള്ള മാല മേടിച്ചോ? ഞാനത് മറന്നു. എന്തോ തൊമ്മിച്ച, ഞാനൊന്ന് വേഗം പോയി വരാം. നീ പെട്ടെന്ന് ഇവിടുത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ ആ ആ പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരാന്നേ. വേണ്ട 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 ടീച്ച, വേണ്ട. എന്റെ മോളുടെ ഈ മിന്നു കിട്ടോ, അതൊന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാടാ. നിനക്ക് എന്നെ എന്ത് വേണം ചെയ്യാം. നീ ഒന്നും മനസ്സിലാക്ക്. കൊച്ചിന്റെ മിന്നുകെട്ട് നീ ഉണ്ടാവരുത്. നീ ചാകണം. ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തുണികളെല്ലാം നിരത്തി ഇട്ടേക്കോ. ഇതെല്ലാം നീ എപ്പോഴും അടുക്കി വെക്കുന്നു. അവസാനം എല്ലാം ആ എന്നെ തൊമ്മിച്ച ഓ മാല കിട്ടി കാണില്ലായിരിക്കും അല്ലേ? അത് പിന്നെ നീ ഒന്ന് അപ്പുറത്തേക്ക് വരുമോ? ഈ തിരക്കിനിടയ്ക്ക് മനുഷ്യന് മനസമാധാനം തരത്തില്ല. തൊമ്മിച്ചിന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു നിവർത്തിയില്ല മാതാവേ. എന്നാ തൊമ്മിച്ച? എല്ലാരും തൊമ്മിച്ചനെ അന്വേഷിക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് വാ. എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. എന്നതാ കാര്യം? നിനക്കത് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിന്റെ മനോധൈര്യം കൈവിട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ എട്ടിച്ചൻ പിന്നെ എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട്
ഞാൻ എന്റെ മോളെ മിന്നു വാങ്ങി വരുന്ന വഴിയാടാ. എന്നെ വിടടാ, ഇതുകൊണ്ട് കൊടുക്കട്ടടാ ഞാൻ, കൊടുക്കട്ടടാ ഞാന്. വിടടാ, വിടാനാ പറഞ്ഞത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല മേരി. എനിക്ക് ഈ കൈകൊണ്ട് അവനെ കൊല്ലണ്ടി, ഞാനൊരു കൊലപാതകയായി. ഞാനില്ലെങ്കിൽ കല്യാണം നടത്തണം, നീ നടത്തണം. പറ്റിയല്ല. ഇപ്പോഴും എപ്പോഴും സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഞങ്ങളും ഓക്കെ. ഇത്രയും പേര് നിങ്ങളെ അവിടെ അന്വേഷിക്കുമ്പോ രണ്ടാളും കൂടി ഇവിടെ സ്വകാര്യം പറഞ്ഞ് കളിക്കുക. അതല്ല അച്ചോ, ഒരു കയ്യബദ്ധം പറ്റി. ഇട്ടിച്ച ഇതിപ്പോ ആരും അറിഞ്ഞു കാണത്തില്ല. നമ്മളായിട്ട് ഇനി ആരെ അറിയിക്കുകയും വേണ്ട. കൊച്ചിന്റെ പിന്നീട്ട് നടത്തണ്ടേ നമുക്ക്. ഇതൊക്കെ തുടച്ചു കളഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാടാ. കർത്താവേ കാത്തോളേ. എന്നാ നിപ്പ ഇത് തൊമ്മിച്ച പെട്ടെന്ന് വേഷം മാറി അപ്പുറത്തേക്ക് വന്നേ. ആൾക്കാർക്ക് സംശയിക്കാനുള്ള ഇടം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് തൊമ്മിച്ച. വന്നേ. ഇത് ആലീസിന് നീ കൊടുക്കണം, നീ കൊടുത്താ മതി. അപ്പം തന്നെ ഇത് മോൾക്ക് കൊടുക്കണം, അതാ വേണ്ടത്. എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് കഴിയില്ല മേരി, കഴിയല. കഴിയണം, കഴിഞ്ഞേ പറ്റൂ. അപ്പുറത്തെല്ലാരും നമ്മൾ നോക്കി നിൽപ്പുണ്ട്. പെട്ടെന്ന് വാ, വാ തോമിച്ച. അച്ചോ, എന്താണ്? ഒരു കാര്യമുണ്ട്. ഈ സന്തോഷത്തിലും എൻ്റെ ഉള്ളു നീറുക. ഞാനൊരു കൊലപാതകയാണ്ടി വന്നല്ലോ അച്ചോ. ഇപ്പൊ മറ്റൊന്നും ആലോചിക്കേണ്ട സമയച്ച കൊച്ചിന്റെ സന്തോഷമായിട്ട് യാത്ര അയക്കാൻ നോക്ക്. ഇറങ്ങാറായില്ലേ? വരൂ, ഇറങ്ങാം. രണ്ടുപേരും ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാ. ബോധം വന്നേ, നിന്നോട് ക്ഷമ ചോദിക്കാതിരിക്ക. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണാമയനാണെന്ന്. സന്തോഷായില്ലേ? ഇനി എല്ലാരും മനസ്സ് തുറന്ന് ചിരിക്കും. ആ ചിരിക്കേ, എടുക്കണ ഫോട്ടോ.